السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا شفيع المذنبين. خذ بيدي قلت حيلتي أدركني يا درة الأنبياء يا روضة العلماء يا ملجأ الغرباء يا سيد الرسل. أنت الشفيع الذي ترجى شفاعته على الصراط إذا ما زلت القدم، وصاحبك فلا أنساهما أبدا مني السلام عليكم ما جرى القلم. അഭിവന്ദ്യരായ തങ്ങൾ ഉസ്താദ്, നമ്മുടെ അഭിവന്ദ്യ നേതൃത്വവും പ്രിയപ്പെട്ട സഹോദരനും ആത്മസുഹൃത്തു കൂടിയായ ഇരിങ്ങല്ലൂർ PKM സഖാഫി ഉസ്താദ്, വേദിയിലുള്ള മഹത്തുക്കളായ ഉസ്താദുമാർ, ഉമറാക്കൾ, ജേഷ്ഠ അനുജ സഹോദരങ്ങൾ, ഉമ്മബന്ധന്മാർ, അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് അവൻ്റെ പൊരുത്തത്തിലാക്കുമാറാവട്ടെ. നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അള്ളാഹു സ്വർഗത്തിൻ്റെ അകലുകാരിൽ പെടുത്തുമാറാവട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മറ്റുള്ളവർക്ക് പ്രയാസമാകും ഭാരമാകും വിധത്തിലുള്ള കിടപ്പ് രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. ആമീനെന്ന് ദുആ ചെയ്ത്, ഒരു സാധാരണ മജ്ലിസ് അല്ല, SSFൻ്റെ കുട്ടികൾ സംഘടിപ്പിച്ച ഒരു മജ്ലിസാണ്. അൽഹംദുലില്ലാഹ്, SSFൻ്റെ ദീർഘകാലം സംസ്ഥാന പ്രസിഡന്റായി ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ഒരു നേതൃത്വമാണ് നമ്മുടെ ചാരത്ത് ഇരിക്കുന്നത്. നിങ്ങളുടെ നാട്ടുകാരനാണെങ്കിലും പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വമാണ്. അഭിവന്ദ്യരായ തങ്ങളുസ്താദ് നമുക്ക് നല്ലൊരു ദുആ, ചെറിയ വാക്കുകൾ നസീഹത്ത് നൽകി ചെയ്തു തന്നു. വലിയ മുവഫക്കായ സയ്യിദ് അവറുകൾ, അള്ളാഹുർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, അള്ളാഹുർക്ക് ആയുസ് നീട്ടിക്കൊടുക്കട്ടെ. ഞാനിവിടെ ഒരു ദീർഘമായ പ്രസംഗം നടത്തുകയില്ല. നേരത്തെ നിസാമി ഉസ്താദും അംജദി അടക്കമുള്ള ഈ പരമ്പര, ഒരു വാപ്പാൻ്റെ മക്കൾ തന്നെ ഉണ്ട് ഇവിടെ. ഒരു ഷൗക്കത്ത് സഖാഫി തുടങ്ങി, റഷീദ് തുടങ്ങി, ആ ജ്യേഷ്ഠാനുജന്മാർ, ഞാൻ ആ കുടുംബത്തിൽ പോയി ഇങ്ങനെ തമാശ പറഞ്ഞ് നടക്കുന്ന ഒരാളാണ്. ഗൾഫിൽ ചെന്നാലും അങ്ങനെയാണ്. അതാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ദമാമിലൊക്കെ ചെന്ന്, അതൊരു മഹബത്തിൻ്റെ ഭാഗമാണ്. ഇൻഷാ അല്ലാഹ് ഞാനിവിടെ നമ്മുടെ പുത്തമ്പള്ളി, വേങ്ങര പുത്തമ്പള്ളിയിലാണ് ഉസ്താദ് ആദ്യമായിട്ട്, കുറഞ്ഞ മാസമാണ് അവിടെ നിർത്തിയത്. അന്നു മുതൽ ഈ പരിസരം നല്ല പരിചയമുണ്ട്. പിന്നെ ഇരിങ്ങല്ലൂർ ഉസ്താദ് ഉള്ളതുകൊണ്ട് ഞങ്ങളൊക്കെ കുറേ ഒരുമിച്ച് പ്രവർത്തിച്ചവരുമാണ്. അപ്പോൾ ആ ബന്ധമുണ്ട്. അള്ളാഹുവർക്കൊക്കെ ആഫിയത്ത് കൊടുക്കട്ടെ. ഞാനിവിടെ കൂടുതൽ പറയാതെ കുറഞ്ഞ കാര്യങ്ങൾ, സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, മലീമസമായി കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടാണ്. അവസ്ഥകൾ കുറേ കൊല്ലായി ഞങ്ങളൊക്കെ വാഴ തുടങ്ങിയിട്ട്. ഈ ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും ഇരിങ്ങല്ലൂർ ഉസ്താദൊക്കെ ഇപ്പം ഇരിക്കും നോക്കണ്ട. ഈ സാധനമൊക്കെ ഇങ്ങനെ ഒരു കാലത്ത് നല്ലോണം വർക്ക് ചെയ്ത ആളുകളാണ്. അപ്പോൾ ഒരുപാട് വർഷമായിക്കണം. അന്ന് ബെറ്റങ്ങളൊന്നും ഉണ്ടാവില്ല, ആയിരിക്കണ 2 ഉണ്ടാകുന്നുണ്ടല്ല. കുറേ കൊല്ലയ്ക്ക് വേദനുണ്ട്. പക്ഷേ ഇപ്പോൾ വാഴതിൻ്റെ എഴുന്നേൽക്കുമ്പോൾ മനസ്സ് വേദനയാണ്. അത് എങ്ങനെ ചോദിച്ചാൽ, ഞങ്ങൾ ഹജ്ജിന് അമീർമാരായി പോകുന്നവരാ. കഴിഞ്ഞ് വന്ന് പിറ്റത്തെ ദിവസം തന്നെ ഒരു സ്ഥലത്ത് വാഴതിന് പോയി. അപ്പോൾ 1.5 മണിക്കൂർ ഞാൻ വാഴ് പറഞ്ഞു, ഇനി എൻ്റെ മുഖത്തേക്ക് നോക്കിക്കൂടെ വെച്ചു. അപ്പോൾ ഒരുപാട് കുട്ടികൾ വാട്സപ്പ് കളിച്ചിരിക്കുകയാണ്. വാട്സപ്പ് ഇപ്പോൾ ഇവിടെ ഇതുണ്ട്.
ഇവിടെ ഇപ്പോൾ മൊബൈലും വാട്സപ്പിലും കളി, ഞാൻ അങ്ങനെ അതാ നോക്കുന്നത്. അപ്പോൾ തങ്ങളുസ്താദ് വരുന്നപ്പോഴും വാട്സപ്പിൽ നിന്ന് കണ്ണെടുക്കാത്ത ഒരുപാട് കുട്ടികളിപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോൾ അന്ന് വയലിന് പോകുമ്പോൾ നേരത്തെ 60 കൊല്ലത്തിൽ ഉസ്താദന്മാരൊക്കെ പറഞ്ഞു ഇവിടെ അന്നുള്ളൊരു അനുഭൂതി ഇപ്പോൾ എന്ത് ചെയ്യും? ഒരു വാട്സപ്പ് ലോകമായി ഒരുപാട് ആളുകൾ, അത് ചെറിയ കുട്ടികളാണെങ്കിൽ അത്ഭുതമില്ല, പ്രായമുള്ളവരതിൽ പെട്ടിരിക്കുക, പ്രായമുള്ളവരോ വാട്സപ്പിൽ അങ്ങനെ കളിച്ചിരിക്കുക. അപ്പോൾ ആ ഒരു സാഹചര്യമാണ്. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ ഒരാശയം നെഞ്ചിലെറ്റിക്കൊണ്ട് SSFന്റെ പൊന്നുമക്കൾ, ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പറയേണ്ടതില്ലല്ലോ, SSFന്റെ പൊന്നുമക്കൾ സംഘടിപ്പിച്ച ഈ മഹത്തായ മജ്‌ലിസ്, പ്രിയപ്പെട്ട നാട്ടുകാരെ, നമുക്ക് ചടപ്പും വെറുപ്പും വരുന്നതിന് മുമ്പ് കുറഞ്ഞ കാര്യങ്ങൾ ഞാൻ മടിപ്പിക്കുകയില്ല. ഇൻഷാ അല്ലാഹ് തങ്ങളുസ്താദ് നമുക്ക് ദുആ ചെയ്തെന്ന് തുടക്കം കുറിച്ച ഒരു മജ്‌ലിസാണത്. അഭിവന്ദരായ ഉസ്താദുമാരൊക്കെ ഈ മജ്‌ലിസിലുണ്ട്. ഞാൻ ഒരു കുറഞ്ഞ കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഈ മഹത്തായ പ്രസ്ഥാനം ഞങ്ങളിപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ടും പഴയ രംഗങ്ങൾ കുറേ സംസാരിച്ചു. ഇരിങ്ങൽ ഉസ്താദും ഞാനുമൊക്കെയായി ആ പഴയ കാലത്തുള്ള അവസ്ഥകൾ എന്താണെങ്കിലും ഇത്രയും മരീമസമായി കൊണ്ടിരിക്കുന്ന ചുറ്റുപാടിലും ഒരു വഖത്ത് നിസ്കാരം ഖളാ ആക്കാത്ത കുട്ടികളെ ഈ പ്രസ്ഥാനം വളർത്തിയെടുത്ത് ഒരു വഖത്ത് ഖളാ ആക്കാതെ നടക്കുന്ന മക്കളുണ്ട്. വല്ലാത്ത മാതാപിതാക്കൾ ആഴത്തിൽ ചിന്തിക്കേണ്ടുന്ന ഒരു ഭാഗമാണ് ഈ സാഹിത്യോത്സവം. എന്തിനാണ് ഈ മക്കൾ സാഹിത്യോത്സവിന്റെ പേരിൽ ഇങ്ങനെ വേദി സംഘടിപ്പിക്കുന്നെന്നുള്ളത് ഈ രാജ്യത്തുള്ള മാതാപിതാക്കളൊന്ന് വിലയിരുത്തണം. 2 കുട്ടികളുള്ള 4 മക്കളുള്ള മാതാപിതാക്കൾക്ക് ആ 4 കുട്ടികളെ ഞാനതും മാറ്റുന്നു. ഒരൊറ്റ കുട്ടിയുള്ള മാതാപിതാക്കൾ ആ ഒരു കുട്ടിയെ പൊന്നുപോലെ വളർത്താൻ കഷ്ടപ്പെടുകയാണ്. ഉസ്താദുമാരോട് സാദാത്തുക്കളോട് ചെന്ന് അവൻ പറഞ്ഞത് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ അവള് പറയുന്നത് കേൾക്കുന്നില്ല, ഉസ്താദ് ദ്വാരക്കണം, തങ്ങള് ദ്വാരക്കണം, മോളെ കാര്യത്തിൽ മോന്റെ കാര്യത്തിൽ ഒറ്റൊന്നേ ഉള്ളൂ. അപ്പൊ ഒരു മോനെ പോലും വളർത്താൻ മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് എന്റെ ശബ്ദം കേൾക്കുന്ന ജ്യേഷ്ഠാനുജന്മാരെ, ജീവിതത്തിൽ ഒരു തുള്ളി കള്ളു കുടിക്കാത്ത, ലക്ഷക്കണക്കായ കഞ്ചാവിനടിമപ്പെടാത്ത, മയക്കുമരുന്നടിമപ്പെടാത്ത 10,000-കണക്കിന് കുട്ടികളെ SSFന്റെ മക്കൾ ഈ മഹത്തായ പ്രസ്ഥാനം വളർത്തിക്കൊണ്ടിരിക്കുന്നു, വളർത്തിയിട്ടുമുണ്ട്. അതൊരു വല്ലാത്ത സന്തോഷകരമായ രംഗമാണ്. SSFന്റെ മക്കൾക്ക് അരിശിന്റെ തണലുണ്ട്. വടകര ഉപ്പാപ്പ പറഞ്ഞ വാക്കുകളാണ്. അന്ന് ഞങ്ങളൊക്കെ SSFകാരാണ്. അന്ന് ഒരിക്കലും തന്നെ എന്താണ് ബഹുമാനപ്പെട്ടവര് മഹാനായ വലിയുല്ലാഹി വടകര ഉപ്പാപ്പ SSFന്റെ മക്കൾക്ക് അരിശിന്റെ തണലുണ്ടെന്ന് പറയുമ്പോൾ അന്ന് ഞങ്ങൾ കുട്ടികളാണ്, ഞങ്ങൾക്ക് അറിയുമായിരുന്നതിന്റെ ഗൗരവം. ഇപ്പോഴാണ് അതിന്റെ ഖനം തിരിയുന്നത്. ആ SSF എന്ന മഹത്തായ പ്രസ്ഥാനം ഇന്ന് എത്രമാത്രം വലിയ ദഅവത്താണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുഖം ഒരു നോക്ക് കാണാൻ വേണ്ടി നബിത്തങ്ങൾ നിസ്കാരം കഴിഞ്ഞ് എങ്ങോട്ട് ചെരിഞ്ഞും എങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു, ആ ഭാഗം നോക്കിയിരിക്കുന്ന കുറെ ആശിക്കീങ്ങൾ. അക്കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഉപദേശം കേട്ട് നാടിന്റെ പല ഭാഗങ്ങളിലും ദഅവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച മഹാന്മാരെ കുറിച്ച് നമുക്കറിയാം. സാഹിബ് സിർ സയ്യിദുനാ ഹുദൈഫ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാമാണ് സയ്യിദുനാ ഹുദൈഫ റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ട അനുജന്മാരെ, മദീനയിൽ നിന്ന് 1000-കണക്കായ കിലോമീറ്റർ അപ്പുറത്തുള്ള ഇറാഖിലെ ബസറയുടെ ഭാഗത്താണ് മഹാനവറുകൾ വിശ്രമിക്കുന്നത്. നമ്മളൊക്കെ പലപ്പോഴും പറയും ജന്നത്തുൽ ബഖീൽ ഒരു ഇടം കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന്.
മഹാനായ ഹുദൈഫ തങ്ങൾക്ക് ആ ആഗ്രഹമുണ്ടായിരുന്നില്ലേ? നബിയെ അവിടുത്തെ ഖാദിമാകാൻ പോകുന്ന കുട്ടിക്ക് അവിടുന്ന് ദുആ ചെയ്യണം. അല്ലാഹുമ്മ അക്തിർഹു മാലം വ വലദ. അവിടുന്ന് ദുആ ചെയ്തു കൊടുത്തു. അല്ലാഹുവിന്റെ ഹബീബിന്റെ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ 10 കൊല്ലത്തെ ഖാദിമാകാൻ തൗഫീഖ് കിട്ടിയ, അവസരം കിട്ടിയ അനസ് റളിയല്ലാഹു അൻഹു ജന്നത്തുൽ ബഖീഇൽ അല്ല കിടക്കുന്നത്. നേരെ മറിച്ച് മദീനയിൽ നിന്ന് 1000കണക്കായ കിലോമീറ്റർ അപ്പുറത്താണ് ബഹുമാനപ്പെട്ടവർ കിടക്കുന്നത്. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ, അതുപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമകൻ കൂടിയായ ഉബൈദ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഡമസ്കസിൽ നിന്നും കുറെ അപ്പുറത്താണ് കിടക്കുന്നത്. ഈ നിലക്ക് നോക്കിയാൽ 10,000-ഓളം വരുന്ന സ്വഹാബികൾ മദീനയുടെ പരിസരത്ത് കിടക്കുന്നുവെങ്കിൽ അതിന്റെ 10 ഇരട്ടി നാടിന്റെ പല ഭാഗങ്ങളിലുമാണ്. കാരണം അവിടുന്ന് കണ്ണീരെടുക്കുന്ന മഹാന്മാരെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് സന്തോഷമായില്ലേ? എന്തിനാണ് നിങ്ങൾ കരയുന്നത്? യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, നബിയേ, സന്തോഷമാവാത്തത് കൊണ്ടല്ല. അവിടുന്ന് എന്ത് പറഞ്ഞാലും വലിയ സന്തോഷമാണ്. പക്ഷേ 5 വഖത്തിലും ആ ശറഫാക്കപ്പെട്ട മുഖം എങ്ങനെ കണ്ടാസ്വദിക്കാൻ, സലാം വീട്ടിക്കഴിഞ്ഞാൽ ആ ശറഫാക്കപ്പെട്ട മുഖം കണ്ടാസ്വദിക്കാൻ അവസരം കിട്ടിയിരുന്നു. ഇവിടെ നിന്നങ്ങ് പോയാൽ അവസരം കിട്ടുമോ? അതോർത്തുകൊണ്ട് കരഞ്ഞു പോയതാണ്. ആ കൂട്ടത്തിലുള്ള മഹത്തുക്കളോടാണ് നബിത്തങ്ങൾ, മുആദ് തങ്ങളെ പോലെയുള്ള മഹാന്മാരോട്, ഓ സ്വഹാബികളെ, ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫിഹാ. നമ്മുടെ പ്രവർത്തനം കൊണ്ട് വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ഒരാളെ ദീനിലേക്ക് അടുപ്പിക്കാൻ, ഒരാൾക്ക് ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് ഒരു വഴി കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫിഹാ, ദുനിയാവും ദുനിയാവിലെ മുഴുവൻ വസ്തുക്കളെക്കാളും ഖൈറാണെന്ന് പറഞ്ഞാൽ എന്താണ് ഈ ദുനിയാവിലെ മുഴുവൻ വസ്തുക്കളും എന്ന് പറയുന്നത്? ഈ ദുനിയാവിന് വേണ്ടിയാണ് പെടാപാടുപെടുന്നത്. ഇതിന് വേണ്ടിയാണ് കുത്തും കൊലയും ഒക്കെ നടക്കുന്നത്. ഈ ദുന്യവിയായ ചെറിയ ചെറിയ ലാഭത്തിന് വേണ്ടി, നേട്ടങ്ങൾക്ക് വേണ്ടി, എന്തൊക്കെയോ ചെറിയ ചെറിയ സ്ഥാനങ്ങൾക്ക് വേണ്ടി കോടികൾ മുടക്കുന്ന കാലഘട്ടമാണെന്ന് നമുക്കറിയാം. ഇവിടെയാണ് ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെക്കാളും ഖൈറ് ദീനീ ദഅവത്തിന് വേണ്ടി, ഒരു ചെറിയ ദീനീ ദഅവത്തിന് അല്പം മാറ്റിവെക്കുന്ന മനുഷ്യന് ഒരാളെ ദീനിലേക്ക് അടുപ്പിക്കാൻ കഴിഞ്ഞാൽ, ഇവിടെയാണ് സഹോദരങ്ങളെ SSF എന്ന് പറയുന്ന പ്രസ്ഥാനം എത്ര വലിയ ദഅവത്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും ആരെയാണ്? വളർന്നു വരുന്ന പിഞ്ചു പൈതലുകളെ. അവരാണ് നാടിന്റെ അഭിമാനം, അവരാണ് എല്ലാം. അവരാണ് നമുക്കുള്ള ഏറ്റവും വലിയ തറകൾ. നമുക്ക് നമ്മുടെ മക്കൾ ഈ പ്രസ്ഥാനം, ആ പ്രസ്ഥാനം കുട്ടികൾക്ക് വേണ്ടി ഒരു വേള നോക്കൂ നിങ്ങൾ. നമ്മുടെ മലപ്പുറം ജില്ലയിൽ വേങ്ങര പരിസരങ്ങളെല്ലാം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആലിമീങ്ങളുടെ നിറകുടമാണ്, മഹാന്മാരുടെ നിറകുടമാണ് നമ്മുടെ പരിസരങ്ങൾ. എല്ലാം അറിയാം, നമുക്കറിയാം. പക്ഷേ ഞാൻ ഇവിടെ നമ്മുടെ നാടായതുകൊണ്ട് എടുത്തു പറയുന്നു, ഇവിടെയുള്ള മാതാപിതാക്കൾ വരെ പല ആളുകളും മക്കളെ കൊണ്ട് കൽബ് പൊട്ടി നടക്കുന്നവരുണ്ട്, കണ്ണീരൊടുക്കുന്നവരുണ്ട്. 18 വയസ്സ് കഴിഞ്ഞ് 22 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികൾ, ആ പെൺകുട്ടികൾക്ക് പോലും ഉമ്മ ഉപ്പ ഈ 2 മുത്തുകൾ ഒന്നുമല്ല. അവരുടെ ജീവിതത്തിലേക്ക് ഇവരൊന്നുമല്ലത്രേ. ഒരു 10 കൊല്ലം മുമ്പ് അങ്ങനെ പറയാൻ കഴിയോ? ഈ 2 വർഷത്തിലുള്ള എടുത്തു നോക്കൂ നിങ്ങൾ. സാധാരണ ഏത് വാഴിനീങ്ങളാണ് എങ്കിലും, പ്രഭാഷകരാണ് എങ്കിലും മാതാപിതാക്കൾ പറയും, എന്റെ മകൾക്കൊരു പുതിയാപ്പിള ശരിയാവണം. കഴിഞ്ഞ 2 വർഷം മുമ്പ് വരെ മകൾക്കൊരു പുതിയാപ്പിള ശരിയാവണം, അതിനു വേണ്ടി ദുആ ചെയ്യണം. ഇതല്ലേ പറഞ്ഞിരുന്നത്? ഇപ്പോ ഈ 2 വർഷത്തിനുള്ളിൽ ഏത് ഉസ്താദുമാരോട് ചോദിച്ചാലും അറിയാം. ഞാനും ഒരു വഅദിന് പോകുന്ന ആളല്ലേ. ഞാനിപ്പോ 2 കൊല്ലമായി കേൾക്കാൻ തുടങ്ങിയത്. ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പൊ 2-3 ആളുകൾ പറഞ്ഞതുണ്ട്. എന്താണെന്നറിയോ? മകന്റെ ഒരു പെണ്ണ് വേണം, പ്രത്യേകം ദ്വാരക്കണം. മകന് പെണ്ണ് ശരിയാവണം. ഉമറാക്കളൊക്കെ ഓർത്താൽ അറിയാം, പെൺകുട്ടിക്കൊരു പുതിയാപ്പിള വേണമെന്നല്ല പറയുന്നത്, മകന്റെ ഒരു പെണ്ണ് വേണം.
എവിടെത്തി ലോകം, എവിടെത്തി അവസ്ഥകള്? എന്താ കാരണം ചോദിച്ചാൽ ഒരു വേള പെൺകുട്ടികൾ അവര് പറയും എനിക്ക് കല്യാണം വേണ്ട, അതല്ലെങ്കിൽ ഞാൻ പഠിക്കുകയാണ്, ജോലി ചെയ്തിട്ട് മതി, എന്തൊക്കെയാവട്ടെ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഒരു വിമർശന അതല്ല. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ, ഈ മജ്‌ലിസിൽ പറയുന്നത് പതറാൻ എങ്ങോട്ടെങ്കിലും പോകണം. 18 വയസ്സ് വരെ, 22, 21 വയസ്സ് വരെ പോറ്റു വളർത്തിയ പെൺകുട്ടികൾ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. പണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 4-5 കൊല്ലം മുമ്പ് പണ്ട് അങ്ങോട്ടെടുക്കേണ്ടതില്ല, പെൺകുട്ടികൾക്ക് മാതാപിതാക്കളോട് വലിയ കൃപയായിരുന്നു. അതൊരു പ്രത്യേക കൃപയും സ്നേഹവുമാണ്. ഇന്ന് അവരിലൂടെ കണ്ണീരൊടുക്കുന്ന എത്രയെത്ര മാതാപിതാക്കൾ. ളുഹ്ർ ബാങ്ക് വിളിക്കുമ്പോൾ നിക്കാഹിന്റെ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. 11 മണിക്ക് നമ്മുടെ നാട്ടിൽ, നമ്മുടെ ജില്ലയിൽ പേര് പറയണ്ട, 11 മണിക്ക് പെണ്ണ് പറയാണ് എനിക്കവനെ വേണ്ട. നിസ്സാര വിഷയമാണോ? പതറുന്നത് ആരാണ്? കൽബ് പൊട്ടുന്നവർ മാതാപിതാക്കളാണ്. 12:30 മണിക്ക് നിക്കാഹിന്റെ സമയം, 11 മണിക്ക് പെൺകുട്ടി പറയാ എനിക്കവനെ വേണ്ട. പച്ചയിൽ ഒരു വിഷമല്ല. എന്റെ ഉമ്മയുടെ മനസ്സ് പൊട്ടില്ലേ? എന്റെ വാപ്പയുടെ കൽബ് പതറൂലേ? അവസാനം വേണ്ട എന്നുറപ്പിച്ചു പറഞ്ഞു. ആളുകളൊക്കെ ഭക്ഷണം കടിച്ചുകൊണ്ടിരിക്കുന്നു. വന്ന് ഭക്ഷണം കടിക്കുന്ന വീടുകളിൽ, മണ്ഡപത്തിൽ കല്യാണം നടക്കുന്നത്, ഭക്ഷണം കടിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഉച്ച കഴിയുമ്പോൾ കേൾക്കുന്നത് ആ ഉപ്പ മരിച്ചു, അറ്റാക്ക് മരണമാണ്. ഏതോ രാജ്യത്തെ കഥയല്ല, നമ്മുടെ മലപ്പുറം ജില്ലയിലെ കഥയാണ് നിങ്ങൾക്ക്. നമ്മുടെ ജില്ലയിലെ അവസ്ഥയാണ്. ഒരു പേടിയില്ല, ഒരു വിഷമില്ല, ഒരു കൃപയുമില്ലാത്തൊരവസ്ഥ. പെൺകുട്ടികൾക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് ആര് ആവശ്യമില്ല. ഒരു ചെക്കനെ തെരഞ്ഞെടുക്കണോ? ഉപ്പ വേണ്ട, ഉമ്മ വേണ്ട, അവർക്കൊരു ദഖലുമില്ല. പെൺകുട്ടികൾ തീരുമാനിക്കുകയാണ്. മോളെ, അപകടം പിടിച്ചൊരു ജീവിതമല്ലേ. മാതാപിതാക്കൾ അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കല്യാണം കഴിച്ചാൽ മതി. ആൺകുട്ടികളും പെൺകുട്ടികൾ മാത്രമല്ല, ആൺകുട്ടികളുടെ അവസ്ഥയിലേക്ക് ചെന്നാൽ ആൺകുട്ടികളും ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇത് എന്റെ ഉപ്പയുടെ നെഞ്ചത്ത് ചവിട്ടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതാണോ? എന്റെ ഉമ്മാന്റെ നെഞ്ച് പിടിച്ചുകൊണ്ട്, എന്റെ പൊന്നുമ്മയുടെ കൽബ് പൊട്ടിച്ചുകൊണ്ട് ആണോ ഞാൻ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്? നിമിഷങ്ങൾ, മണിക്ക് അല്ലെങ്കിൽ മിനിറ്റുകൾ സുഖമുള്ള ഒരു ചെറിയ വിഷയത്തിന് വേണ്ടി എന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ, കുട്ടികൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് SSFന്റെ മക്കൾ എന്തിനാണ് ഈ സാഹിത്യോത്സവ പോലെയുള്ള ഇതുപോലെയുള്ള വിഷയങ്ങൾ, ഞാൻ ചിലത് നിർത്തുമ്പോൾ ഇടയിൽ വെച്ച് ഞാൻ പറയും. ഇവിടെ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, മനുഷ്യൻ കൊതിക്കുന്നതും ദാഹിക്കുന്നതും മാതാപിതാക്കളെ മനസ്സമാധാനമുള്ള ഒരു ജീവിതമാണ്. ഞാനും ഒരു പിതാവാണ്. എനിക്ക് അല്ലാഹു തആല മക്കളെ നൽകിയിട്ടുണ്ട്. മക്കളുടെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ മഹത്വം തിരിയണോ? നമ്മുടെ കുട്ടികളുടെ മഹത്വം നമുക്ക് മനസ്സിലാകണമെങ്കിൽ കല്യാണം കഴിച്ച് 10-15 കൊല്ലമായി ഒരു കുഞ്ഞിന്റെ കാല് കാണാൻ ഭാഗ്യം കിട്ടാത്ത, ലഭിക്കാത്ത ദമ്പതികളോട് ചോദിക്കേണ്ട സഹോദരങ്ങളെ, അവരുടെ മനസ്സൊന്ന് വായിച്ചാൽ മതി. കല്യാണം കഴിഞ്ഞ് 10 കൊല്ലമായി മദ്രസയിലേക്ക് പോകുന്ന ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ മദ്രസയിലേക്ക് പോകുന്ന ഒരു കുട്ടിയെ നോക്കിക്കൊണ്ട് കരയുന്നൊരു പെണ്ണ്, ഭർത്താവ് അത് കണ്ടു. ഇത് കഥ പറയുകയല്ല, ഒരു വാക്യത്താണ്. ഭർത്താവ് കണ്ടു, നീ എന്തിനാ കരയുന്നത്? അപ്പൊ ആ പെൺകുട്ടി, ആ പെണ്ണ് പറയാ, ഒന്നുമില്ല, മദ്രസയിലേക്ക് പോകുന്ന മക്കളെ കണ്ടപ്പോ അറിയാതെ കരച്ചിൽ വന്നു പോയതാണ്. കാരണം കല്യാണം കഴിഞ്ഞ് 10 കൊല്ലമായിട്ട് ഒരു കുഞ്ഞിന്റെ കാല് കാണാത്തൊരു പെണ്ണാണത്. ആ പെണ്ണിന്റെ മനസ്സിൽ ഈ മക്കളെ ബാഗ് പിടിച്ച് നടക്കുന്ന കുട്ടികളെ കാണുമ്പോൾ അറിയാതെ കരഞ്ഞുപോയി. മുസൽമാൻ, ആ ദമ്പതികളുടെ മനസ്സ് വായിച്ചാൽ മതി, അന്ന് തിരിയും ആരാണ് നമ്മുടെ മക്കളെന്ന്, ആരാണ് നമ്മുടെ കുട്ടികളെന്ന്. നിഅമുൽ ഇലാഹി അലൽ ഇബാദി കസീറ വഅജല്ലുഹുന്ന നജാബത്തുൽ ഔലാദ്.
അല്ലാഹു ഒരു മനുഷ്യന് ധാരാളം അനുഗ്രഹങ്ങൾ കൊടുക്കുന്നതാണ്. അതിന് കടക്കുകയുമില്ല എന്ന് പറയില്ലേ. ധാരാളം നിഅമത്തുകൾ. നിഅമുൽ ഇലാഹി അലൽ ഇബാദി കസീറത്തുൻ വഅജല്ലുഹുന്ന ജഅബത്തുൽ ഔലാദി. അർഹമുർ റഹീമീനായ റബ്ബ്, അർഹമുർ റഹീമീനായ റബ്ബ്, നിഅമുൽ ഇലാഹി അലൽ ഇബാദി കസീറ. അല്ലാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ ധാരാളമുണ്ട്. അതിലേറ്റവും വലിയ നിഅമത്ത്, അതിൽ പ്രധാനപ്പെട്ട നിഅമത്ത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ കൊണ്ട് കൺകുളിർമയാവലാണ്. നമ്മുടെ കുട്ടികളെ കൊണ്ട് കൺകുളിർമയാവലാണ്. ഖുർറത്തുൽ ഐൻ. ഞാനും രക്ഷിതാവ് എന്ന നിലക്ക് സദസ്സിൽ ആലിമീങ്ങളുണ്ട്, മഹാന്മാരുണ്ട്, വേദിയിൽ സദസ്സിലുമുള്ള എല്ലാവരും പിതാക്കൾ, ഉമ്മമാരെന്ന നിലക്ക് അല്ലാഹു നമുക്ക് ചെയ്ത നിഅമത്തുകൾ ധാരാളമുണ്ടെന്ന് പറഞ്ഞാൽ ഒരു വിരലനക്കാൻ കഴിയില്ല എങ്കിൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? ഒരു വിരൽ കൂടിയാലുള്ള അവസ്ഥ, ഒരു കാഴ്ച. ഞാൻ ചോദിക്കട്ടെ, ലക്ഷങ്ങൾ മുടക്കിയാലും ലക്ഷങ്ങൾ നൽകിയാലും നമ്മുടെ ഏതെങ്കിലും ഒരു അവയവം നൽകാൻ നമ്മൾ ആരെങ്കിലും തയ്യാറാകോ എന്നുള്ളത് ഒന്ന് ഓർത്തു നോക്കൂ. നമ്മൾ സാഹചര്യം ഞാനിവിടെ പറഞ്ഞു വരുന്നത് എന്താണ് എങ്കിലും ധാരാളം നിഅമത്തുകൾ. ചില ആളുകൾ കോടികൾ ആസ്തിയുണ്ട്, 4-5 തലമുറക്ക് ജീവിക്കാനുള്ള കഴിവുകളുമുണ്ട്. പക്ഷേ ഡയാലിസം ആഴ്ചയിൽ 2-3 ദിവസം ഡയാലിസ് നടത്തുമ്പോ മഞ്ചേരിയിൽ ഒരു ഡയാലിസ് കേന്ദ്രത്തിൽ ഞാനൊന്ന് പോയി നോക്കി. ഞാനൊരു ചെറിയ നമ്മുടെ പ്രവർത്തകർ കൊണ്ടുപോയതാണ്. അവിടെ ചെന്ന് നോക്കുമ്പോ നമ്മുടെ പരിചയമുള്ള ഒരു വലിയ സമ്പന്നനായ ഒരു ഹാജിയെ കണ്ടു. ഹാജി ഡയാലിസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഡയാലിസ് കഴിഞ്ഞ ഉടനെ നല്ല ക്ഷീണമായിരിക്കും അത്ര. അല്ലാഹു നമ്മുടെ അഖിലുകാരൊക്കെ കാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ സഹോദരങ്ങളൊക്കെ കാക്കുമാറാവട്ടെ. സംഭവിച്ചാലെല്ലാം കഴിഞ്ഞു, പിന്നെ എന്താ ഇപ്പൊ നമ്മുടെ സ്ഥിതി? അപ്പൊ ഈ മനുഷ്യൻ അയാള് പറഞ്ഞൊരു വാക്ക്, ഉസ്താദേ, എത്ര കോടികളുണ്ടായിട്ടെന്താ, രോഗിയായാലെല്ലാം കഴിഞ്ഞു, രോഗിയായാലെല്ലാം കഴിഞ്ഞു എന്നറിഞ്ഞു. നിങ്ങളൊക്കെ പ്രായമുള്ള ഒരാളെ പോയി പറയണത്, രോഗിയായാലെല്ലാം കഴിഞ്ഞു. ഇതൊരു ഹക്കാണ്. അതുപോലെ തന്നെ വലിയ കഴിവുള്ള മക്കൾ, ഗൾഫിലുള്ള മക്കളുടെ ഉപ്പ, ആ മനുഷ്യന്റെ കണ്ണ് തുറക്കാൻ സ്വയം തുറക്കുന്നില്ല, കൈകൊണ്ട് അങ്ങനെ പൊക്കണം. കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. അപ്പൊ ഡോക്ടർമാര് പറഞ്ഞു അത് ഓപ്പറേഷൻ ചെയ്താൽ ശരിയാകുന്നതാണ്. കുട്ടികളിൽ എത്ര ലക്ഷം മുടക്കിയാലും വേണ്ടില്ല, കഴിവുള്ള മക്കളാണ്. ഓപ്പറേഷൻ ചെയ്തു, പിന്നെ കണ്ണടയുന്നേ ഇല്ല. അയാൾ മരിച്ചു, മരിക്കുന്നത് വരെയുള്ള കണ്ണടഞ്ഞതുമില്ല. നിങ്ങൾ അല്ലാഹു നമുക്ക് ചെയ്ത അനുഗ്രഹം നോക്കി. ഒരു മനുഷ്യനെ കണ്ടു അയാൾക്ക് പിന്തോരം റബ്ബ് കൊടുത്തിട്ടില്ല, പിന്തോരം അല്ലാഹു തആല കൊടുത്തിട്ടില്ല. ഇവിടെയാണ് അർഹമുർ റഹീമായ റബ്ബ് നമുക്ക്, അർഹമുർ റഹീമീനായ റബ്ബ് നമുക്ക് നൽകിയ നിഅമത്തുകൾ കുറിച്ച് നാം ചിന്തിക്കേണ്ടത്. ഇരിക്കാൻ കഴിയാത്ത എത്ര ആളുകളുണ്ട്, ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കഴിയാത്ത, ഒരു നല്ലതുപോലെ ഭക്ഷണം, ഭാര്യയും മക്കളൊക്കെ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുമ്പോ ഒന്നും പറ്റൂല, അതും പറ്റൂല, ഇതും പറ്റില്ല, കഞ്ഞി മാത്രമേ പറ്റൂ എന്ന് പറയുന്ന ഈ ഭക്ഷണം മുഴുവനും അതിന്റെ ഉടമസ്ഥ ഉണ്ടാക്കി കൊടുക്കുന്നതും വഴിയൊരുക്കുന്നതൊക്കെ ഈ മനുഷ്യൻ. പക്ഷേ ഇയാൾക്ക് കഞ്ഞി മാത്രമേ പറ്റൂ എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ മലപ്പുറം ജില്ലയിൽ കാണുന്നില്ലേ? അങ്ങനെ തുടങ്ങി എത്രയോ ആളുകൾ ഈ സമയം അല്ലാഹു തആല ചെയ്ത നിഅമത്തുകൾ ധാരാളമുണ്ട് എങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നിഅമത്താണ് നമ്മുടെ കുട്ടികളെ കൊണ്ട് പുഞ്ചിരിക്കാൻ കഴിയുക. ഇവിടത്തിലും പള്ളിക്കാട്ടിലും ആഖിറത്തിലും നമ്മുടെ മക്കളെ കൊണ്ട് അൽഹംദുലില്ലാഹ്, നമ്മുടെ കുട്ടികളെ കൊണ്ട് അൽഹംദുലില്ലാഹ്. ഖുർറത്തുൽ ഐൻ എന്ന കിതാബുകൾ കാണും, കൺകുളിർമ, കൺകുളിർമ, സന്തോഷം. നീണ്ട 35 കൊല്ലത്തോളം ഗൾഫ് നാടുകൾ കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് അവസാനം ഒരുപടി രോഗവുമായി നാട്ടിൽ വന്നു. ചെറിയ മകൾ, ഈ മനുഷ്യന് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥ, നിന്ന് നിസ്കരിക്കാൻ തീരെയും കഴിയുന്നില്ല. പക്ഷെ വെള്ളിയാഴ്ച മെല്ലെ മെല്ലെ എത്തിപ്പെടും പള്ളിയിൽ. ആ മനുഷ്യൻ പള്ളിയിൽ എത്തിപ്പെട്ടു. ഈ
മനുഷ്യന്റെ ചെറിയ മകൾ ഒരു SSF-കാരനായ കുട്ടി ആ മനുഷ്യൻ കാണുന്ന കാഴ്ച ഈ കുട്ടി അകത്തെ പള്ളിയുടെ മൂലയിൽ ഇരുന്നു കൊണ്ട് കണ്ണീരൊടുക്കി പച്ച മലയാളത്തിൽ എൻ്റെ ഉപ്പാക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലോ, എൻ്റെ ഉപ്പാക്ക് നീ ബറക്കത്ത് കൊടുക്കണേ അല്ലോ, എൻ്റെ ഉപ്പയുടെ കാലുവേദന നീ മാറ്റിക്കൊടുക്കണേ അല്ലോ എന്നങ്ങനെ ദുആ ചെയ്യാ. ഈ മനുഷ്യൻ വുദു എടുത്തുകൊണ്ട് പോയി അകത്തെ പള്ളിയിൽ മൂലയിലിരിക്കുന്ന മകന്റെ കണ്ണീര് കണ്ടപ്പോ ഇയാൾ അടുത്ത് ചെന്നുവത്രേ. ആ മനുഷ്യൻ പറഞ്ഞത് ഞാൻ പറയുകയാണ്. ആ മനുഷ്യൻ അടുത്ത് ചെന്നു, പടച്ചവനെ എൻ്റെ കുട്ടി എനിക്ക് കേടായി വല്ലതും ദ്വാരക്കാണോ, എൻ്റെ മോൻക്ക് വല്ലതും പറ്റിയോ? ഞാൻ 10-35 കൊല്ലം ഗൾഫിലൂടെ അങ്ങനെ നടന്നു, മക്കളെ പൊന്നുപോലെ നോക്കാനും വളർത്താനും എനിക്ക് കഴിഞ്ഞില്ല, അവരെ ശ്രദ്ധിക്കാനൊന്നും കഴിഞ്ഞില്ല. ഈ സാധു മെല്ലെ അടുത്ത് ആ കുട്ടിയുടെ തൊട്ട് ബേക്കിൽ ചെന്ന് നിൽക്കുമ്പോ ആ കുട്ടിയുടെ ദുആ എന്താണെന്നറിയോ? എൻ്റെ ഉപ്പാക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലോ, എൻ്റെ ഉപ്പാക്ക് നീ ബറക്കത്ത് കൊടുക്കണം, നിന്ന് നിസ്കരിക്കാനുള്ള തൗഫീക്ക് കൊടുക്കണം. ഓ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ആ മനുഷ്യൻ പറയാ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചിട്ട് ആ സമയത്തുള്ള അത്ര സന്തോഷത്തിൻ്റെ ഒരു കണ്ണുനീർ ഞാൻ ഒരു സമയത്തും കണ്ണീരൊടുക്കിയിട്ടില്ല. കണ്ണ് വല്ലാതെ കരഞ്ഞുപോയി എൻ്റെ മോന്റെ ദുആ കേട്ടിട്ട്. ശബ്ദം കേൾക്കുന്ന മാതാപിതാക്കളെ, ഇങ്ങനൊരു ദുആ നമ്മുടെ കുട്ടികൾ നമുക്ക് കേൾക്കണ്ടേ? ഇങ്ങനൊരു ദുആ നമുക്ക് വേണ്ടേ? ഇവിടെ വെച്ച് കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആഖിറത്തിൽ വെച്ച് സന്തോഷിക്കാൻ നമുക്ക് കഴിയണ്ടേ? പക്ഷെ അതിനെന്ത് വേണം? നിനക്കുള്ള പ്രാർത്ഥന കൊണ്ടവരെ വളരേണ്ടതാ, ഇടമട ലഭിച്ചാൽ ചെടികളും മുളക്കുന്നതാ, പിടച്ചെന്നു കണ്ടാൽ കയ്യുയർത്തി നീ തേടണം, അതുമാത്രമല്ല ശരിക്ക് ഭരമേൽപ്പിക്കണം. തഴവ ഉസ്താദ് അള്ളാഹു ദറജയേറ്റി കൊടുക്കട്ടെ. ആളങ്ങനെ പറഞ്ഞാലും മഹാന്മാർ പഠിപ്പിച്ച ആശയമാണ് പറയുന്നത്. ആലോചിച്ച് നോക്ക് നിങ്ങൾ, നമുക്കുള്ള ദുആ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം. യംബഗി അൻ യുഅല്ലിമ അഹ്ലഹു മാ യഹ്താജു ഇലൈഹി ഫിദ്ദീൻ മിൻ അഹ്കാമി ത്വഹാറ വൽ ഹൈദി വൻ നിഫാസി വയുഅല്ലിമുഹും വയംനഉഹുൽ മൻഹിയ അൻഹു. ഓരോ പിതാവിനും നിർബന്ധമാണ്, മാതാവിനും നിർബന്ധമാണ് അൻ യുഅല്ലിമ അഹ്ലഹു, അവിടുത്തെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. മാ ദീനിൽ ആവശ്യമായ കാര്യങ്ങളൊക്കെ. ഈ കൂടിയ കൂട്ടത്തിൽ ഒരു രക്ഷിതാവ് എന്ന് പറയാൻ പറ്റിയ ആരൊക്കെയുണ്ടോ അവരുടെ ഒക്കെ ബാധ്യതയാണ്. ഒരു കുഞ്ഞുണ്ടെങ്കിൽ, ചോരപ്പൈതലുണ്ടെങ്കിൽ കടപ്പാട് വലുതാണ്. വലിയ കടപ്പാട് നമുക്കുണ്ട്, ചില ബാധ്യതകൾ നമുക്കുണ്ട്. പക്ഷേ ചില മാതാപിതാക്കൾ അറിയാതെ പോകുന്നുമുണ്ട് ആ വിഷയത്തിൽ. കുട്ടികളുടെ കാര്യത്തിൽ വലിയ മഹാന്മാരായ പണ്ഡിത ലോകം ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾ ഒന്നും കൂടി ഇവിടക്കത കാലിയിരിക്കണം. ഞാൻ വല്ലാതെ പറയൂല, നിങ്ങളൊന്ന് വന്ന് ഇങ്ങോട്ട് ഇരിക്കുക, ഒന്ന് വരിക ബീവിങ്ങളെ. നിങ്ങൾക്ക് വിഷമമില്ല, നിങ്ങൾക്ക് നല്ല ദ്വാരം നേരം. നമ്മളിപ്പോൾ ഇങ്ങനെ ഇത് ഉപകരിക്കും. നിങ്ങൾ വരിക, വല്ലാതെ വൈകിക്കൂല ഇൻഷാ അല്ലാഹ്. സമയം 9 മണിയായിട്ടുണ്ട്, 9:15. ഈ റഷീദോലൊക്കെ ഇപ്പം ഇങ്ങനെ ഗൾഫിൽ നിന്ന് വന്നതാണ്. അവറ്റങ്ങളൊക്കെ അവറ്റങ്ങ നോക്കിയിരിക്കണം ഇപ്പോൾ വാച്ചിലൊക്കെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം നമ്മൾ നോക്കിക്കൾ എന്തൊരു മഹബത്താണ് ഇത്. ഇതിനു വേണ്ടി മാത്രം ഓടി വന്ന 2-3 പേരുണ്ട്. അവങ്ങൾ ഇങ്ങോട്ട് വരും, ഇതവിടക്കതാക്കാൻ ഞാൻ ഇൻഷാ അല്ലാഹ് എപ്പം അടുപ്പ് തോന്നി നിങ്ങൾക്ക് പോവുകയും ചെയ്യാം. ഒന്ന് കൈവക്കിയാൽ മതി. നിർത്തി മൊയിലേറാണ്, ഞാൻ നിർത്തിക്കോളാം ഇൻഷാ അല്ലാഹ്. ഇവിടൊക്കെ അപ്പം ആ ഉസ്താദ് നമുക്ക് നല്ല പരിചയം. ഇവിടെ പുത്തമ്പള്ളിക്കും കാലത്ത് പരിചയമുള്ളതാണ് ആ ഇരിക്കുന്ന ഉസ്താദിനൊക്കെ. 35 കൊല്ലുമ്പോഴെ കഥ ഞാൻ പറഞ്ഞു. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇത് പരിചയമുള്ള മുഖങ്ങൾ കുറെ ഉണ്ടല്ലോ, ഇങ്ങോട്ട് വരും. അവിടെ ഒക്കെ ഇവിടെ ഇരിക്കാം. അൽഹംദുലില്ലാഹ്. നിങ്ങൾ ഇവിടെ നിങ്ങൾ ഫുള്ളി ഇരുന്നാല് നല്ലൊരു വേദന മനസ്സിലായിരുന്നു. ഇതൊക്കെ നിങ്ങൾ ഈ ലൈറ്റ് കാണും, നിങ്ങൾ ആരും കാണൂലല്ലേ ഞാൻ. അപ്പോ നിങ്ങൾ കഴിയുന്നത് ഇതിൽ വന്നിരിക്കുക. ഇവിടെ മുമ്പിലൊക്കെ വന്നിരുന്നോളൂ. അജരെ തൊപ്പിട്ട അജരെ ഇങ്ങോട്ട് ഇവിടെ ഇതാ ഇങ്ങോട്ട് പോരിയ. ആ മനുഷ്യൻ വരുന്നില്ലല്ലോ, ഇങ്ങോട്ട് വരും മനുഷ്യ. ആള് വരുന്നില്ലല്ലോ, നോക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ. അപ്പോ ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ അടുത്ത് വന്നിരുന്നോളൂ. ഞാൻ വല്ലാതെ 2 ചരിത്രം പറഞ്ഞ് 2 മണിക്കൂർ തയ്ച്ചു പോകാൻ അറിയാത്ത ആളല്ല, കുറെ കൊല്ലായി നിങ്ങൾ പറഞ്ഞല്ല. അപ്പോൾ എന്തെങ്കിലും ഉപകരിക്കണമെന്ന് നീയത്തില് വേണ്ട. ഇയാൾ ഇത് വേറെ നീയത്താട്ടാ.
ആയിട്ടില്ല ബീബി, ഇത് വേറെ നീയത്ത ഇബ്രാഹിമില്ലേ, ഇത് വേറെ നീയത്ത. നിങ്ങൾ വേണ്ടട്ടോ, ഒരു തുള്ളിയും വെള്ളം വേണ്ട, നിങ്ങൾ വയ്ക്കാനെ വരണ്ടട്ടാ. ശരിയല്ലേ? നിങ്ങളെന്താ അവിടെ നിങ്ങൾക്ക് എന്താ അവിടെ പണി? അപ്പോ ഞാൻ വല്ലാതെ നീട്ടി പരത്തി പറയൂല. പല ചുറ്റുപാട് സുഖറും മറ്റൊക്കെ ഉള്ളവരുണ്ടാവും. അപ്പൊ നമ്മൾ ചടപ്പിക്കണ്ട, പെട്ടെന്ന് നിർത്താം. ഞാനും നിങ്ങളിപ്പോൾ നമ്മുടെ സഹോദരങ്ങളല്ലേ, അള്ളാഹു സ്വർഗത്തിൽ ഒരുമിപ്പിക്കട്ടെ. എന്തൊക്കെ പറഞ്ഞാലും ജ്യേഷ്ഠാനുജന്മാരെ, വളരെ മലീമസമായ ചുറ്റുപാടെന്ന് പറഞ്ഞാൽ ഉസ്താദുമാർക്കൊക്കെ കാലത്തിന്റെ മോശമല്ല. ഐബു സമാനന അവൽ ഐബു ഫീന വമാലി സമാനിന ഐബുൻ സിവാന. നമ്മൾ കാലത്തെക്കുറിച്ച് ഇങ്ങനെ പറയും, വളരെ മോശപ്പെട്ടാണ്. കാലത്തിനും ആക്ഷേപവും പറയാനൊന്നുമില്ല, ഷാഫി മാമ പറയുന്നത്. അപ്പോ നമ്മുടെ അവസ്ഥകളിൽ എവിടെയാണ് ഇന്ന് മനസ്സമാധാനവും സന്തോഷമുള്ളതെന്നുള്ളത്? കാശില്ലാത്തതിന്റെ പേരിലല്ല, വീടില്ലാത്തതിന്റെ പേരിലുമല്ല. നേരത്തെ ഉസ്താദ് ഞാൻ ഇവിടെ വന്നപ്പോ പ്രസംഗിച്ചിരുന്ന ഉസ്താദ് 10, 40, 60 കൊല്ലമുള്ള കഥകൾ പറയുമ്പോ ആ കാലഘട്ടത്തില് വീടില്ലാത്ത ആളുകളുണ്ട്. ശരിക്ക് ഭക്ഷണം കഴിക്കാൻ കഞ്ഞു കുടിക്കുന്ന അവസ്ഥ, ഉച്ചക്ക് ചോറ് കഴിക്കാൻ വകുപ്പില്ലാത്തത് കൊണ്ട് കഞ്ഞു കുടിച്ചിരുന്ന പ്രായമുള്ളവരെ ചോദിച്ചൊക്കെ അറിയാം. പക്ഷെ അന്നുള്ള സമാധാനം ഒന്നുണ്ട്, അന്നുള്ള മനസ്സമാധാനം ഒന്നുണ്ട്. അതാ ചോദിക്കുന്നത്. ഇന്ന് നമുക്ക് വല്ല വിഷമമുണ്ടോ, വല്ല ക്ഷീണമുണ്ടോ, വല്ല ബുദ്ധിമുട്ടുണ്ടോ? പക്ഷേ മനസ്സമാധാനം എവിടെയുള്ളത്? മക്കളെ കൊണ്ട് പടച്ചവനെ, മക്കൾ ഇല്ലായിരുന്നുവെങ്കിൽ എന്ന് ദുആ ചെയ്യുന്ന ആളുകൾ ഉണ്ട്. ഉസ്താദുമാരോട് ഉണ്ടായിപ്പോയി ഉസ്താദെ, ഇല്ലെങ്കിൽ ഇല്ല എന്ന വിഷമേ ഉള്ളൂ എന്ന് പറയുന്ന ആളുകൾ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ അഭിമന്യ ഗുരു ശൈഖുന പൊന്മുള ഉസ്താദ്, അല്ലാഹുവേ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. മമ്പർത്തപ്പാപ്പയുടെ ഹക്ക് കൊണ്ട് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഉസ്താദിനോട് ഒരു ഹാജി വന്ന്, ഞാൻ കാരണം നമ്മുടെ ഈ പരിസരത്താണ്, വേങ്ങര പരിസരത്തുനിന്നാണ്, അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. ഒരു ഹാജി ചെന്ന് ഉസ്താദിനോട് പറഞ്ഞു, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, മോന് അമേരിക്കയിലേക്ക് പോകാനുള്ള ചാൻസ്, എന്നെ പഠിക്കാനുള്ളൊരവസരം. അപ്പോൾ കുറച്ച് കൊല്ലം മുമ്പാ 20 ലക്ഷം വേണം, ഞാൻ ഭൂമി വിറ്റിട്ടുണ്ട്, ഭൂമി വിൽക്കുന്നുണ്ട് 20 ലക്ഷം. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ വല്ലാതെ അൽഹംദുലില്ലാ പറയൊന്നും വേണ്ട, പൊന്മുസ്താണ് ചിലതാണ് തുറന്നു പറയും. അപ്പോൾ വല്ലാതെ നിങ്ങൾ അൽഹംദുലില്ലാ പറയൊന്നും വേണ്ട, കുട്ടി നമുക്ക് നഷ്ടപ്പെട്ടു പോരുതട്ടാ, ഉപകരിക്കും വേണം, നഷ്ടപ്പെട്ടു പോയത് അത് സൂക്ഷിക്കണം കേട്ടാ ഉസ്താദ്. അപ്പം 20 ലക്ഷം മുടക്കിയിട്ട് അയാള് മോനെ പറഞ്ഞയച്ചു. ഉസ്താദിനോടൊക്കെ വല്ലാതെ വരക്കാനൊക്കെ പറഞ്ഞു. പിന്നെ അതേ മനുഷ്യൻ ഉസ്താദ് എന്നിട്ട് പറഞ്ഞു, ഉസ്താദെ മരിക്കാൻ വല്ല വടി ഇസ്ലാമിലുണ്ടായിച്ചു. മരിക്കാനപ്പം എന്ത് വെച്ചപ്പോൾ ഇവനൊരു വേഷപ്പെണ്ണിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. അത് തറവാട്ടിനും കുടുംബത്തിനും ഒന്നും യോജിക്കാത്ത, ഇത് സാലിമാണ്. എന്താ സാലിമിനോട് പണി? അതെ, അത് ശരി. അപ്പോ തറവാട്ടിന് നിരക്കാത്ത ഒക്കെ ചമ്മാട്ടരാണേ. അപ്പൊ തറവാട്ടിന് നിരക്കാത്ത ഒരു മനുഷ്യൻ വീട്ടിൽ കയറി വന്ന എന്തായിരിക്കും ഉപ്പയുടെ വിഷമം, ഉമ്മയുടെ. ആ വാപ്പ വന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു, അപ്പൊ എന്താ ആചാര്യം ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ്, ഞാൻ നിങ്ങളോട് അന്ന് തന്നെ പറഞ്ഞത് ഓർക്കണ്ടല്ലോ അയച്ചു. എല്ലാവർക്കും ഇപ്പം എൻ്റെ മോന് പഠിക്കണം, ഞങ്ങളൊക്കെ ഈ വിഷയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്, സ്ഥാപനം നടത്തുന്നവരാണ്. കുട്ടികൾ പഠിക്കണം, നല്ലോണം പഠിപ്പിക്കും വേണം. പക്ഷേ നമ്മുടെ മനസ്സിൽ നിന്ന് പോകരുത്. നിങ്ങൾ നാളെ, ഇന്നിപ്പോൾ വെള്ളിയാഴ്ച അല്ലേ, നാളെ ശനിയാഴ്ച രാത്രി, മറ്റന്നാൾ ഞായറാഴ്ച ലീവുള്ള സമയമാണ്. നിങ്ങൾ പോകുന്നു വേണ്ടട്ടാ, നിങ്ങൾ നാടുകാണി ചുരത്തിൽ രാത്രി ഒന്ന് പോയി നോക്കി, നാടുകാണി ചുരത്തിലൊന്ന് പോയി നോക്കി. പണ്ടൊക്കെ പെരുന്നാൾ ദിവസങ്ങളിലായിരുന്നു. ഇപ്പം ഞായറാഴ്ച ദിവസം, ശനിയാഴ്ച രാത്രി വഅദ് കഴിഞ്ഞു പോവുകയാണെങ്കിലും ആര് പോവുകയാണെങ്കിലും ഒരു ബസ്സിൽ നിന്ന് നഊദുബില്ല പറഞ്ഞാൽ വെറുപ്പുള്ളൊരു കാലമാണ്. റസൂലുള്ളാഹി തങ്ങളുടെ വേദന എത്രയായിരിക്കും ഓർക്കുന്നുണ്ട്. പറയുമ്പോൾ കുട്ടികൾക്ക് വെറുപ്പാണ്, രക്ഷിതാക്കൾക്കും അതൊക്കെ ഇപ്പോൾ പറയണമെന്ന് തോന്നിപ്പോകും. നമ്മുടെ മലപ്പുറം ജില്ലയിലെ കാര്യപ്പെട്ട ഹാജിമാരുടെ മക്കൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു ബസ്സിൽ നിന്ന് രാത്രി ബസ്സിൽ നിന്ന് പുറത്തിറങ്ങി അവര് തുള്ളിച്ചാടുന്ന രംഗം, ഒരു തുള്ളിച്ചാടുന്ന കാഴ്ചകൾ എവിടെയാണെന്നറിയോ? ഏതോ രാജ്യത്തല്ല, ഇവിടെ നിന്ന് ഊട്ടിയിലേക്കെന്ന് പറഞ്ഞ് ഞായറാഴ്ച ദിവസം വന്നാൽ നാളത്തെ രാത്രി ഒന്ന് പോയി നോക്കി നിങ്ങൾ.
രണ്ട് ചെവിട് പൊത്താൻ കഴിയോ? കണ്ണടക്കാൻ കഴിയോ? എന്താണ് റോഡിൽ നടക്കുന്നത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് പോകാൻ ഭാഗ്യം ലഭിച്ച ഹജ്ജുമ്മമാരുടെയും ഹാജിമാരുടെയും മക്കളാണ്. മറ്റു മതവിശ്വാസികളല്ല. ഓർക്കണം മാതാപിതാക്കളെ, മറ്റു മതക്കാരിൽപ്പെട്ട കുട്ടികളല്ല ഈ തുള്ളിച്ചാടുന്നത്. നല്ല നല്ല കാര്യപ്പെട്ട ഹാജിമാരുടെ ഹജ്ജുമ്മമാരുടെ മക്കളാണ്. പക്ഷേ പറയാൻ പറ്റുമോ? പറ്റില്ല. എനിക്ക് കേൾക്കാൻ അവരും സാധുക്കളാണ്, മാതാപിതാക്കളും പാവങ്ങൾ. അവർക്കെന്ത്? പക്ഷേ അവർക്കൊരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കേണ്ടതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം ഉണ്ടല്ല, അതിൽ വീഴ്ച വരുമ്പോൾ എങ്ങോട്ട് വിടുന്നുവെങ്കിലും പടച്ചവരെ എന്റെ കുട്ടി എനിക്ക് നഷ്ടപ്പെടുന്നുണ്ടോ? ഇന്ന അവലമായ തഅല്ലുഖു ബിർറജുലി അഹ്ലുഹു വവലദുഹു യഖൂലൂന യാ റബ്ബനാ ഖുദ് ലനാ ബിഹഖ്നാ ഫഇന്നഹു മാ അല്ലമനാ മാ നജ്ഹലു. പണ്ഡിത ലോകമാണ് എഴുതി വെച്ചിട്ടുള്ളത്, അല്ലാഹുവിന്റെ കോടതിയിൽ ഏറ്റവും വലിയ ശിക്ഷ അനുഭവിക്കുന്ന മനുഷ്യൻ, വാവിട്ട് കരയുന്ന മനുഷ്യൻ, വതറന്നാസ സുകാറാ വമാ ഹും ബിസുകാറാ വലാകിന്ന അദാബല്ലാഹി ശദീദ്. നബിയേ, തങ്ങൾക്ക് അവിടുത്തെ പാവപ്പെട്ട മക്കളെ കാണാം, അവരാകെ കള്ളു കുടിച്ച് മസ്തിച്ചവരെ പോലെ. വമാ ഹും ബിസുകാറാ, അവർ കള്ളു കുടിച്ചത് കൊണ്ടല്ല, അവർ മസ്താക്കി കളയുന്ന മറ്റു വസ്തുക്കൾ കഴിച്ചത് കൊണ്ടുമല്ല, നേരെ മറിച്ച് വലാകിന്ന അദാബല്ലാഹി ശദീദ്, അല്ലാഹുവിന്റെ കഠിനമായ അദാബ് കാണുമ്പോൾ അവർ കരഞ്ഞു പോവുകയാണ്. അവരാകെ കുടിയന്മാരെ പോലെ ആടിക്കളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പോവുകയാണ്. ഇത് പരിശുദ്ധ ഖുർആൻ മുഖേന മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുവെങ്കിൽ, ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയം ഇന്ന അവലമായ തഅല്ലുഖു ബിർറജുലി, ഏറ്റവും വലിയ ഭവിഷ്യത്ത് ഒരു മനുഷ്യൻ അനുഭവിക്കുന്നത് മക്കളെ കൊണ്ട് തന്നെയാണ്. അഹ്ലുഹു വവലദുഹു യഖൂലൂൻ, ആ കുട്ടികൾ പറയും, യാ റബ്ബനാ ഖുദ് ലനാ ബിഹഖ്നാ. പടച്ചവനെ, ഞാനൊരു പാവമാണ്, ജീവിതത്തിൽ നിന്നെ വെറുത്തിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല, നിന്റെ മുത്തുനബിയെ വെറുത്തുകൊണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. ശരിയാണ്, നാട്ടിലെ കുട്ടികളൊന്നും നമ്മൾ മോശമാക്കരുത്. ഇപ്പോൾ ഫുട്ബോൾ സമയമാണ്, രാത്രി 1 മണി 2 മണിക്ക് ചെന്നാലും ഏതെല്ലാം ഫ്ലക്സുകൾ വെക്കേണ്ട തിരക്കിലാണ് നമ്മുടെ പൊന്നുമക്കള്. നമ്മൾ കുട്ടികളെ മോശമായി പറയരുത്. 2, 3 മണി 3:30 മണിക്ക് കുട്ടികൾ ഏത് ഗ്രാമത്തിന്റെ മലപ്പുറം ജില്ലയിലെ ഗ്രാമങ്ങളിലേക്ക് എടുത്ത് ചെന്ന് നോക്കൂ നിങ്ങൾ. നമ്മുടെ കുട്ടികളാണെന്ന് ഓർക്കണം. ഈമാനിന്റെ വെളിച്ചം കിട്ടാത്ത മക്കളാണോ അതിൽ കൂടുതലുള്ളത്? ഈമാനിന്റെ വെളിച്ചം കിട്ടിയ മക്കളാണോ കൂടുതലുള്ളതെന്ന് നാം നമുക്ക് കടപ്പാടുകളുണ്ടല്ലോ. ഇന്ന അവലമായ തഅല്ലുഖു ബിർറജുൽ യഖൂലൂൻ, ആ കുട്ടികൾ പറയും, യാ റബ്ബനാ ഖുദ് ലനാ ബിഹഖ്നാ യാ റബ്ബൽ ആലമീൻ. പടച്ചവനെ, ഈ പാവപ്പെട്ട കുട്ടിയെ നരകത്തിലേക്ക് നീ വലിച്ചെറിയരുത്. എന്നെ നീ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് മുമ്പ് ആ നിൽക്കുന്ന എന്റെ ഉപ്പയെ നരകത്തിലേക്ക് വലിച്ചെറിയണം. യഖൂലൂന യാ റബ്ബനാ ഖുദ് ലനാ ബിഹഖ്നാ ഫഇന്നഹു മാ അല്ലമനാ മാ നജ്ഹലു. ഞാൻ അതിർവിട്ടു പോകുന്ന സമയത്ത് എന്റെ കൈ പിടിക്കേണ്ടുന്ന എന്റെ ഉമ്മയും ഉപ്പയും അവർ എന്നെ ശ്രദ്ധിച്ചില്ല. മോനെ, ചീത്ത വിളിക്കരുത്, തെറി വിളിക്കരുത്, ഇടപെട വിളിക്കരുത്. അതേ സ്ഥാനത്ത് മോനെ എന്ന് വിളിച്ചാൽ ഏത് കുട്ടിയുടെ മനസ്സും മരിയും. ഒരു വാപ്പ മോനെ എന്ന് 2 പ്രാവശ്യം വിളിച്ചാൽ ഏത് കുട്ടിയുടെ മനസ്സാണ് അറിയാതിരിക്കുന്നത്? പക്ഷേ നമ്മുടെ ശൈലിയ കുട്ടികളെ ശകാരിക്കരുത്. കുട്ടികളെ കുറിച്ച് വേറെ രൂപത്തിലുള്ള സംസാരമുണ്ട്. അതല്ല വേണ്ടത്. നമുക്കതാണ് നേരത്തെ പറഞ്ഞത്, നിനക്കുള്ള പ്രാർത്ഥന കൊണ്ടവരെ വളരേണ്ടതാ, ഇടമട ലഭിച്ചാൽ ചെടികളും മുളക്കുന്നതാ, പിടച്ചെന്നു കണ്ടാൽ കയ്യുയർത്തി നീ തേടണം, അതുമാത്രമല്ല ശരിക്ക് ഭരമേൽപ്പിക്കണം. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്. ഖുർആൻ പറഞ്ഞതല്ലേ, നല്ലതുപോലെ തവക്കുലാക്കണം. നമ്മുടെ കുട്ടികളെ കുറിച്ച് റബ്ബിലേക്ക് തവക്കുലാക്കിയിട്ട് എപ്പോഴും നമ്മുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. പിടച്ചെന്നു കണ്ടാൽ കയ്യുയർത്തി നീ തേടണം, അതുമാത്രമല്ല ശരിക്ക് ഭരമേൽപ്പിക്കണം.
ഞാൻ ഉസ്താദുമാരിരുത്തി, ഇരിങ്ങലൂർ ഉസ്താദ് അടക്കമുള്ളവരിരുത്തി. ഞാൻ ചോദിക്കട്ടെ എൻ്റെ ജ്യേഷ്ഠാനുജന്മാരെ, നമ്മളൊക്കെ രക്ഷിതാക്കളല്ലേ? ഞാൻ എന്നോടും നമ്മുടെ കുട്ടികൾക്ക് ഒരു ദിവസം എത്ര പ്രാവശ്യം നമ്മുടെ മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്? നമ്മുടെ കുട്ടികളെ സന്തോഷത്തോടു കൂടെ എത്ര പ്രാവശ്യം നസിഹത്ത് ചെയ്യുന്നുണ്ട്? ഞാൻ എന്നെ പഠിപ്പിക്കേണ്ടതുപോലെ, അതല്ലെങ്കിൽ ഞാൻ റൂട്ട് പഠിച്ചു പോകുമ്പോൾ മോളെ മോനെ എന്ന് വിളിച്ച് എന്നെ കൈപ്പിടിക്കാനും എന്നെ ഉപദേശിക്കാനും ഉപ്പ ഉണ്ടായിരുന്നില്ല, ഉമ്മാക്കും സമയം കിട്ടിയിരുന്നില്ല. അവര് വേറെ ചുറ്റുപാടിലായിരുന്നു. എന്നെങ്ങാനും നമ്മുടെ മക്കൾ പറഞ്ഞാൽ ഇവിടെയാണ് SSF എന്ന് പറയുന്ന പ്രസ്ഥാനം. എന്തിനാണ് ഈ മജ്‌ലിസ്? ഈ ഒരൊറ്റ മജ്‌ലിസ് അല്ല, കേരളത്തിന്റെ എല്ലാ മുക്കുമൂലകളിലും, അതോടുകൂടെ തന്നെ തമിഴ്നാട്ടിലും കർണാടകയിലും ഇന്ത്യയുടെ 26-27 സംസ്ഥാനങ്ങളിലായി ഈ 27 സംസ്ഥാനത്തിലും മത്സരം നടത്തി. കഴിഞ്ഞ പ്രാവശ്യം കേരളക്കരയിൽ മാത്രം 4.5 ലക്ഷം കുട്ടികളാണ്. SSFന്റെ നേതാക്കളോട് ചോദിക്കൂ, SSFന്റെ യുവ നേതാക്കൾ ഇവിടെയുണ്ട്, ചോദിച്ചു നോക്കൂ പിതാക്കളെ. 4.5 ലക്ഷം കുട്ടികളുടെ മനസ്സിലേക്കാണ് ദീനിന്റെ വെളിച്ചം. 100 ആളെ വളർത്തിയിട്ട് ഒരാൾ റാഹത്തായി കിട്ടിയാലോ? 4.5 ലക്ഷം കുട്ടികൾ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ മദ്ഹ് ചൊല്ലി, അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ മദ്ഹ് പറഞ്ഞു, മഹാന്മാരുടെ മദ്ഹ് പറഞ്ഞു. നാളെയും മറ്റന്നാളും നിങ്ങൾക്ക് കാണാൻ പോകുന്ന കുട്ടികൾ ഇവിടുന്ന് വിജയിച്ച് ഡിവിഷനിലേക്ക് പോയി, ഡിവിഷനിൽ നിന്ന് ജില്ലയിലേക്ക് പോയി, ജില്ലയിൽ നിന്ന് സംസ്ഥാനത്തേക്ക് പോയി. ഈ പ്രാവശ്യം 27 സംസ്ഥാനങ്ങളിൽ നിന്നും മത്സരിച്ച് കടഞ്ഞെടുക്കുന്ന ആയിരക്കണക്കായ മക്കൾ തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് ഒരുമിച്ച് കൂടാൻ പോകുന്നത്, മദ്രാസിൽ. അവിടെയാണ് ഈ സാഹിത്യോത്സവിന്റെ സമാപനം കുറിക്കാൻ പോകും. നോക്കൂ നിങ്ങൾ, ഈ മക്കൾ ബംഗാളിലെ കുട്ടികളുണ്ട്, കാശ്മീരിലെ മക്കളുണ്ട്. എന്താണ് ദീനറിയാത്ത മക്കൾ? ആ മക്കളെ അവരങ്ങനെ അടുപ്പിച്ച് അവരുടെ നാവിലൂടെ എന്തൊക്കെയോ പറയേണ്ടുന്ന പ്രായം, എന്തൊക്കെയോ പാടി പുകഴ്ത്തേണ്ടുന്ന പ്രായമുള്ള കുട്ടികൾ. ആ കുട്ടികളുടെ നാവിൽ ഉരുവിടുന്നത് ഈ സാഹിത്യോത്സവിലൂടെ ഈ കുട്ടികൾക്ക് കൊടുക്കുന്നത് ദീനിന്റെ മധുരമാണ്, ദീനിന്റെ മധുരമാണ്. ചെറിയ ത്യാഗമൊന്നുമല്ല ഈ പ്രസ്ഥാനം ചെയ്യുന്നത്, ചെറിയ പ്രവർത്തനമൊന്നുമല്ല ഈ പ്രസ്ഥാനം ചെയ്യുന്നത്. ഇവിടെയാണ് ആ മക്കളെ നിങ്ങളെ സഹായിക്കണമെന്ന് അറിയാതെ പറഞ്ഞു പോകുന്നത്. SSFന്റെ കുട്ടികളെ സഹായിക്കണേ എന്ന് അറിയാതെ പറഞ്ഞു പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കുട്ടികൾ, ആ മക്കളെങ്ങാനും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്റെ ഉപ്പാക്ക് ആഫിയത്ത് കൊടുക്കണേ എന്ന് ഒരു കുട്ടി ദുആ ചെയ്തു എന്ന് പറഞ്ഞാൽ, നേരെ മറിച്ച് നാമൊക്കെ സുബ്ഹി നിസ്കാരത്തിന്റെ 1 മണിക്കൂർ മുമ്പ് പള്ളിയിലേക്ക് പോകുന്നു. അല്ലയോ പിതാക്കളെ, ബാങ്ക് വിളിക്കുന്നതിന്റെ അരമണിക്കൂർ മുമ്പ്, 1 മണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് പള്ളിയിൽ പോയി തഹജ്ജുദ് പോലും നിസ്കരിച്ചു. ഒരു വഖത്തും പാടാക്കുന്നില്ല. തഹജ്ജുദ് ജമാഅത്ത് കഴിഞ്ഞു, പള്ളിയിൽ നിന്നിറങ്ങി തൊട്ടടുത്തൊരു പെട്ടിക്കടയുണ്ട്. ഒരു ചായ കുടിക്കാൻ വേണ്ടി പെട്ടിക്കടയിൽ ചെന്നു. അവിടെ ഇരുന്നപ്പോഴേക്കും നമ്മുടെ കൺമുമ്പിൽ പത്രം വന്നു. പത്രം ഒന്ന് തുറന്നു നോക്കി. 2ാമത്തെ പേജ് നമ്മുടെ ജില്ലയുടെ പേജാണ്. ആ പത്രത്തിൽ നമ്മുടെ ഫോട്ടോ, അല്ലെങ്കിൽ നമ്മുടെ മകന്റെ ഫോട്ടോ, നമ്മുടെ കുട്ടിയുടെ ഫോട്ടോ കാണുകയാണ്. ആ ഏത് കുട്ടി താലോലിച്ചു പൊന്നു പോലെ വളർത്തിയ നമ്മുടെ പ്രിയപ്പെട്ട മകന്റെ ഫോട്ടോ. ആവേശത്തോടുകൂടെ ഈ ഉപ്പ മകന്റെ ഫോട്ടോ കണ്ട സമയം അടിക്കുറിപ്പ് വായിക്കുകയാണ്. 8 വയസ്സുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത ഫുലാൻ ഇബ്നു ഫുലാന്റെ മകൾ, ഇന്ന ഹാജിയുടെ മകൾ. ഓ ഹാജിമാരെ, പ്രിയപ്പെട്ട പിതാക്കളെ, ഈ ഭൂമിയിൽ ജീവിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? എന്തായിരിക്കും അതിന്റെ അവസ്ഥ? നമ്മുടെ മകന്റെ ഫോട്ടോ, 8 വയസ്സുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത ഇന്നാരിന്ന കുട്ടി, അതല്ലെങ്കിൽ വേറെ വല്ല രൂപത്തിലുമാണ് നമ്മുടെ മകന്റെ ഫോട്ടോ വന്നതെങ്കിൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? ഇവിടെയാണ് മഹാന്മാർ എഴുതി വെച്ചത്, അല്ലാഹു തആല മനുഷ്യന് കൊടുക്കുന്ന അനുഗ്രഹ
അനുഗ്രഹങ്ങൾ, വളരെ പ്രധാനപ്പെട്ട അനുഗ്രഹം, അത് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ കൊണ്ട് സന്തോഷിക്കലാണ്, നമ്മുടെ മക്കളെ കൊണ്ട് കൺകുളിർമയുണ്ടാവലാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ആമീൻ പറഞ്ഞോളി. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കുട്ടികളെ കൊണ്ടുള്ള സന്തോഷം ആഖിറത്തിലും ഇവിടെയും മരിക്കുന്നതിന് മുമ്പ്. ഇപ്പോ നല്ല ധാരാളം ആലിമീങ്ങൾ വരെ നമുക്കുള്ളു തുറന്ന് സംസാരിക്കാമല്ലോ. എത്രയോ ആളുകൾ മക്കളുടെ, പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും കാര്യത്തിലായി. കാരണം കല്യാണം വല്ലാതെ വർദ്ധിച്ചു, പ്രേമകല്യാണവും വല്ലാതെ വർദ്ധിച്ചു. ഒരു പ്രശ്നവുമില്ല, ഒരു ഹയാവുമില്ല, ഒരു മടിയുമില്ല. ഞാൻ ആരുടെ മകളാണ്, ആരുടെ മകനാണ്, എന്റെ വാപ്പ ആരാണ്, മഹല്ലിലെ പ്രമാണിയാണ്, അതല്ലെങ്കിൽ ഇന്ന ഹാജിയാണ്, ഉസ്താദാണ്, സയ്യിദാണ്, അങ്ങനെ ഒന്നും ചിന്തിക്കാത്ത അവസ്ഥയിൽ കുട്ടികൾ വളർന്നു വരികയാണ്. അല്ലാഹു നമ്മുടെ മക്കളൊക്കെ കാക്കുമാറാവട്ടെ. ഇക്കാലം വരെ പോറ്റി വളർത്തിയിട്ട് അവിടെ ഭാവി ജീവിതത്തിലേക്ക് വരുമ്പോ അവർക്ക് ഉമ്മയും വേണ്ട, വാപ്പയും വേണ്ട. അവർ തെരഞ്ഞെടുക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ളത് ദീൻ പഠിപ്പിച്ചു. പക്ഷേ കെട്ടലും കെട്ടിക്കലും ഒക്കെ അത് മാതാപിതാക്കളും, അതിനുള്ള അന്വേഷണവും അതിനുള്ള വഴിയുണ്ടാക്കലും അതൊക്കെ മാതാപിതാക്കളാ വേണ്ടത്. ആ റൂട്ട് പടച്ചാൽ പിന്നെ ഈ വീടും ഈ വീട്ടിൽ നമ്മുടെ മക്കളുടെ ചുറ്റുപാടുകൾ ആലോചിച്ചു നോക്കൂ നിങ്ങൾ. കെട്ടലും കെട്ടിക്കലും ഒക്കെ അത് ഏത് രൂപത്തിലായിരിക്കണം, അത് ആരോട് പറയും, എന്താ പറയാ? 750 പേരുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പില് എന്നൊന്ന് അങ്ങാക്കിയ ഒരു ടീം. അപ്പോ റഷീദ് വരെ നമ്മൾ നൗഫൽ ഉസ്താദിനൊക്കെ അറിയാം, ജിദ്ദിയിലില്ല നമ്മളെ അങ്ങനെ വെള്ളി ഉസ്താദിന്റെ മരുവനാണ്, വല്ലാത്തൊരു ദീനി ദായിയാണ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഞാനിങ്ങനെ അവരോട് കുറെ പറഞ്ഞു എന്തെന്ന് ചേർത്തിക്കണൊക്കെ ഇവരൊക്കെയാണ്. അപ്പൊ 750 പേരുള്ള ചെറുപ്പക്കാരുള്ള ആ 750 പേരും 30 വയസ്സിന്റെ മുകളിലുള്ളവരാണ്. അവര് കല്യാണം കഴിക്കാത്തവരുമാണ്. ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ മഞ്ചേരിയിൽ നിന്ന് നിലമ്പൂരിന്റെ ഇടയിൽ ഗ്രൂപ്പുണ്ട്, അതില് 300 ചില്ലാനം കുട്ടികളുണ്ട്. അതിലിപ്പോൾ എന്നെ ചേർത്തിട്ടുണ്ട്. എന്തിനാ ചേർക്കണം? അതിപ്പോ ഈ സാധനം ഇവിടെ നേരത്തെ കല്യാണക്കനെ പറഞ്ഞ ഞാനിപ്പോ എന്താ നമ്മള് ചേർത്തിട്ടാണ്. ഈ മനുഷ്യൻ വെറുതെ പൊക്കി ഒരു ബൈക്ക് ആക്കുകയും ചെയ്തു. ഇപ്പൊ എൻ്റെ ഇടയിൽ ഞാനേ അവിടെ ചേർത്തിയപ്പോ നോക്കി നിങ്ങള്, ഞാൻ മനസ്സ് പൊട്ടിട്ട, മനസ്സ് പതറും. 750 പേരുള്ള ചെറുപ്പക്കാർ, നല്ല നിസ്കാരമുള്ള കുട്ടികൾ, സമ്പന്നരാണ്, അവർക്ക് വീടുണ്ട്, ജോലിയുണ്ട്, എല്ലാം ഉണ്ട്. അവർ ചോദിച്ച ചോദ്യമുണ്ട്, ഞങ്ങൾ ഏത് നിലക്കുള്ള പരീക്ഷണത്തിലാണ്, പെണ്ണ് കിട്ടുന്നില്ല. പെണ്ണ്, ആ വാക്കിൽ ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഇനി അത് പോകട്ടെ, അപ്പുറത്തേക്കും ചിന്തിച്ചു നോക്കിയാൽ ഉമ്മ ഉപ്പ കരയന്നെ. കാരണം 2-3 പെൺകുട്ടികൾ, അവരൊക്കെയും പറയാ അവരിഷ്ടപ്പെട്ട തെരഞ്ഞെടുക്കുന്ന രൂപമോ കോലമോ നഊദുബില്ല, തറവാട്ടിലേക്ക് അടുപ്പിക്കാൻ പറ്റാത്ത അവസ്ഥകൾ. പക്ഷേ ഇവർക്കറിയാം. പക്ഷെ ഞാനിവിടെ പറയുന്നത്, ഇത് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കുട്ടികൾ ഇവിടെ ഉണ്ട് എങ്കിൽ, പെൺകുട്ടികൾ ഇവിടെ സ്ത്രീകൾ ഉണ്ടോ? അതൊക്കെ അല്ലേ ഇവിടെ ഇല്ലേ? അപ്പൊ പെൺകുട്ടികൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ എൻ്റെ മക്കൾ എന്ന രൂപത്തിൽ ഞാൻ കുട്ടികളോട് പറയുന്നു, മോളെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഇപ്പോൾ അല്ലാഹു തആല മഅകൂസി എന്ന് ഉസ്താദുമാരൊക്കെ പറയും. ഇപ്പൊ ഇങ്ങനെ ചെറുപ്പക്കാർക്ക് പെണ്ണ് കിട്ടാത്ത വിഷമം എത്ര ആജിമാരാ പറയുന്നറിയാം. ഒരു സമയമുണ്ടായിരുന്നു, ഒരു 2-3 വർഷം മുമ്പ് വരെ, എന്താണെന്നറിയോ, നാട്ടിലൊരു പെൺകുട്ടിക്ക് കല്യാണം വന്നിട്ട് പള്ളി കമ്മിറ്റി ഭാരവാഹികൾക്ക് ആ നാട്ടിലെ മഹല്ലിലെ ഗൾഫിലുള്ള കുട്ടികൾ വിളിച്ചിട്ട്, മക്കളെ നമ്മുടെ ഇന്ന സ്ഥലത്തുള്ള ആ സാധു കുടുംബം, ആ കുടുംബത്തിലെ കുട്ടിക്കൊരു കല്യാണം വന്നിട്ടുണ്ട്, നിങ്ങളൊരു 5000 ഉറുപ്പ്യ അയച്ചു തരിട്ടാ, നിങ്ങളൊരു 16 അയച്ചു തരണമെന്ന് പള്ളിയിലെ ഉസ്താദിനെ കൊണ്ട് പ്രസിഡന്റും സെക്രട്ടറിയും ഒന്ന് വിളിപ്പിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും തന്നെ ഒരു പേപ്പറിന്റെ തുണ്ടെടുത്തിട്ട് പള്ളിയുടെ മുറ്റത്തിരുന്ന് മോളെ കെട്ടിക്കാനുണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞ് വയസ്സായ ഉമ്മമാര് കഴിഞ്ഞല്ലോ, വയസ്സായ ഉമ്മമാർ. ഞാനൊരു പള്ളിയുടെ മുറ്റത്ത് കണ്ടു 10-75 വയസ്സ് കഴിഞ്ഞൊരു ഉമ്മയെ. എല്ലാവരും ജുമാ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോ ഉസ്താദുമാരെ ഭക്ഷണത്തിന് വിളിച്ചു കൊണ്ടുപോകാനൊക്കെ ഉണ്ട്. ഈ ഉമ്മാനും കൊണ്ടുപോകണ്ട.
ഈ ഉമ്മാരാരെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ചോദിക്കാനുണ്ട. ആ ഉമ്മ പള്ളിയുടെ മുറ്റത്തിങ്ങനെ ഇരുന്നിട്ട് പള്ളി കമ്മിറ്റി കൊടുത്ത ഒരു കോപ്പി കയ്യിലുമുണ്ട്. അങ്ങനെ ആ കയ്യിൽ വെച്ചിട്ട് മോളെ കല്യാണാണ്, മോളെ കുട്ടിയുടെ. എന്നിട്ട് 1.5 മണിക്കൂർ അവിടെ ഇങ്ങനെ ഇരിക്കുക. കൊണ്ടുപോയി കൊടുക്കുന്നറിയോ, ഹോട്ടൽ നമ്മുടെ സ്വഭാവമുണ്ട്. ഹോട്ടൽക്കാർ ഭക്ഷണം കഴിച്ചിട്ട് ആ വളമ്പിയെ നമുക്ക് സപ്ലൈ ചെയ്ത ആളുകളുണ്ടല്ല, അവർക്ക് 50 കൊടുത്തില്ലെങ്കിൽ മോശം 50ന്റെ നോട്ട് ഈ പാവപ്പെട്ട ഉമ്മാന്റെ കയ്യിൽ ചിലപ്പോൾ 10 റുപ്യ കൊടുത്തു പോകുന്നവരുണ്ട്. എന്നിട്ട് ആ ഉമ്മാക്ക് കിട്ടുന്നത് 1000 രൂപ അല്ലെങ്കിൽ 1500 രൂപ, 850 രൂപ. പിറ്റത്തെ വെള്ളിയാഴ്ച വേറെയും പള്ളിയിലേക്ക് പോകുന്നു. എത്ര പാവപ്പെട്ട ഉമ്മമാർ, വീട് നിറഞ്ഞു കിടക്കുന്ന, പുര നിറഞ്ഞു കിടക്കുന്ന പെൺമക്കൾ ഓർത്തുകൊണ്ട് കണ്ണീരൊടുക്കിയ എത്ര പാവപ്പെട്ട ഉമ്മമാരുണ്ട്. അവരുടെ ശാപമാണ് ഇപ്പോൾ ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നെന്ന് പറഞ്ഞാൽ അധികപ്പറ്റാവുകയില്ല. വാട്സപ്പ് ലോകം ചിലപ്പോൾ എന്തും എഴുതാം, ആർക്കും എന്തും പറയാം, എന്നെ അല്ലെങ്കിൽ വിമർശിക്കൊക്കെ ചെയ്യാം. ഞാനങ്ങ് പറഞ്ഞു എന്നുള്ളൂ. ആ പാവങ്ങളുടെ കണ്ണീര്, ഒരുപാട് ഉമ്മമാരുടെ കണ്ണുനീർ, പ്രായം ചെന്ന പിതാക്കൾ പൽബ് പൊട്ടിയിട്ട് കാരണം പലതും പറഞ്ഞ് പലവിധത്തിലും എത്രയോട് പെൺകുട്ടികളെ ഏതെല്ലാം തരത്തിലായിരുന്നു, അത്രയും ഇത്രയും സ്വർണത്തിന്റെ കുംഭാരങ്ങൾ പറഞ്ഞ് 25 പവൻ ഒതുങ്ങില്ല, 40 പവൻ ഒതുങ്ങുകയില്ല. അവസാനം 50 പവൻ ഏറ്റുമെങ്കിലും 45 പവൻ കൊടുത്തിട്ടുണ്ട്. 5 പവൻ കൊടുക്കാൻ ബാക്കിയുള്ളതുകൊണ്ട് ആ പെൺകുട്ടിയെ 2 ചോരപ്പൈതലിനായി കുട്ടി നിന്റെ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. വീട്ടിൽ വന്നു, ആ പെൺകുട്ടി മിണ്ടുന്നില്ല. ആഴ്ചകൾ കഴിഞ്ഞു. ഉമ്മ ചോദിച്ചു, മോളെ എന്തേ നീ വന്നത്? അവിടെ വല്ല വിഷമം തോന്നിയോ? ഇല്ല ഉമ്മ, ഞാൻ അങ്ങനെ പാർക്കാൻ വന്നതാണ്. ഇല്ല ഉമ്മ. പക്ഷേ ആ പെൺകുട്ടി എന്തു പറയും? ഈ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് കണ്ണീരെടുക്കുന്ന പെണ്ണ്, ഈ കുഞ്ഞുങ്ങളുടെ ഉപ്പ വരുന്നുണ്ടോ? ഇല്ല. അവസാനം ഉമ്മ മെല്ലെ മെല്ലെ അടുത്തിരുന്ന് 2 ആഴ്ച കഴിഞ്ഞു. ഇത് ഉദാഹരണങ്ങളല്ല കേട്ടോ, മലപ്പുറം ജില്ലയിൽ തന്നെ നടന്ന കഥകളാണ്. 2 ആഴ്ചയും കഴിഞ്ഞിട്ട് മോളെ ചാരത്തിരുന്ന്, മോളെ ഈ പൊന്നുമകളെടുക്ക്, ഉപ്പ എന്ന് പറഞ്ഞാൽ ജീവന്റെ ജീവനാണ്. ആ വാപ്പായുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് ഈ മകൾക്കറിയാം. അവസാനം ഉമ്മ കുത്തി ചോദിച്ചപ്പോ ഈ പെൺകുട്ടി പറഞ്ഞു, ഉമ്മ 5 പവൻ കൂടെ കൊടുക്കണമത്രേ. അന്ന് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത് കൊടുക്കാത്തതിന്റെ പേരിൽ എന്നെ ഇറക്കി വിട്ടതാണ്. ഇത് പറഞ്ഞുകൊണ്ട് കണ്ണീരെടുക്കുമ്പോൾ നിലവിളിക്കുന്ന ഉമ്മയും ബാപ്പയും, മുസ്ലിമീങ്ങളെ, ആ മാതാപിതാക്കളുടെ കണ്ണുനീർ ഈ ഭൂമിയിൽ കുറച്ചൊടുങ്ങിയിട്ടുണ്ട്. അതിന്റെ ശാപമാണ് ഇപ്പോഴുള്ള പുതിയ തലമുറയിലെ ആൺകുട്ടികളുടെ ഗതികേട് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഒരുപാട് പെൺകുട്ടികൾ കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് പാവപ്പെട്ട മാതാപിതാക്കൾ നിലവിളിച്ചിട്ടുണ്ട്, അവർ കണ്ണീരൊടുക്കിയിട്ടുണ്ട്. വീട് നിറഞ്ഞു കിടക്കുന്ന മക്കളോർത്ത് പൊട്ടിക്കരഞ്ഞ ഉമ്മമാരുണ്ട്. ഇപ്പോൾ മറിച്ചാകുന്നു എന്ന് പറഞ്ഞാൽ ചിലത് ചിന്തിക്കേണ്ടതുണ്ട് മുഅ്മിനീങ്ങൾ. ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത്, അല്ലയോ സഹോദരിമാരെ, എന്റെ പാവപ്പെട്ട പെൺകുട്ടികളോട് ഓർമ്മപ്പെടുത്തുന്നു, മോളെ, അല്ലാഹു തആല നിങ്ങളുടെ ശാപം ഈ നാട്ടിൽ ചിലയിടങ്ങളിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ എന്റെ കുട്ടികളോട് പറയുന്നു, മോളെ, പഴയ കാലത്ത് സ്ത്രീധനത്തിന്റെ പേരിൽ 50 പവനും 100 പവനും അതുപോലെ പലതും 1.5 ലക്ഷത്തിന്റെ കാറും 10 ലക്ഷത്തിന്റെ കാറും എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ കാറ് വേണ്ട, സ്ത്രീധനവും വേണ്ട, സ്വർണവും വേണ്ട, ഒരു നല്ല കുട്ടിയായാൽ മതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അല്ലാഹു അർഹമുർ റഹീമീനാണ്, അല്ലാഹു അക്രമുൽ അക്രമീനാണ്. ആരാണ് പറയുന്നതെന്നറിയോ? വലിയ വലിയ സമ്പന്നർ, തറവാട്ടുകാർ, പ്രമാണി എന്ന് പറയുന്നവര് അവരുടെ മൂത്ത കുട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ മൂത്ത മകന്റെ കല്യാണത്തിന് വേണ്ടി വിലവേശിയിരുന്ന ഉപ്പ ഇപ്പോൾ താഴത്തെ ചെറിയ മകന് വേണ്ടി ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ഒരു സമയത്ത് മകൻ പറഞ്ഞു, ഉപ്പ എനിക്കൊരു യതീമായ കുട്ടി മതി, ഒരു
പാവപ്പെട്ട കുട്ടി മതി. ഈ തറവാട്ടിലേക്ക് പറ്റില്ല. എന്താണ് ചില സമ്പന്നരായ പിതാക്കളുടെ അഹങ്കാരത്തിന്റെ വാക്കുകൾ അറിയോ? അഹങ്കാരത്തിന്റെ പദങ്ങൾ. ഒന്നിനും പറ്റാത്ത ഏതെങ്കിലും ഒന്നിനും ഇവിടെ കയറ്റിക്കൊണ്ടുവരെ ഇപ്പോൾ അതേ അഹങ്കാരികളുടെ നാവ് കൊണ്ട് പറയാൻ തുടങ്ങി, ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഒരു കുട്ടിയെ കിട്ടിയാൽ മതി. അല്ലാഹു തആല തിരിച്ചു നൽകിയ അവസ്ഥ ഓർത്തു നോക്കൂ നിങ്ങൾ. ഞാൻ ആ ഭാഗമല്ല പറയുന്നത്. ഞാൻ എന്റെ പെൺകുട്ടികളോട് പറയുന്നു, മോളെ, നിങ്ങൾക്ക് അല്ലാഹു തആല അർഹമുർ റഹീമീനായ റബ്ബ് വലിയ തൗഫീഖുകൾ നൽകുന്നുണ്ട്, ശരിയാണ്. പക്ഷെ മോളെ, ഞാൻ എന്റെ കുട്ടികളോട് പറയുന്നു, ആൺകുട്ടികളോടും പെൺമക്കളോടും, അത് റസൂലുള്ള പൊരുത്തപ്പെടാത്ത വഴിയിലൂടെ അവരത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവരെ തെരഞ്ഞെടുത്ത് നിങ്ങൾക്ക് കല്യാണം കഴിക്കാം. പക്ഷേ എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയുന്നു, അത് മാതാപിതാക്കൾ മുഖേനയാവണം. അന്വേഷണം നടത്തേണ്ടത് ഉമ്മയും ഉപ്പയും ആവണം. മാതാപിതാക്കളെ മാറ്റിവെച്ച് നിങ്ങളെങ്ങാനും സ്വയം തെരഞ്ഞെടുക്കുന്ന ഒരവസ്ഥയാടിയെങ്കിൽ ചെറിയ സമയമാടുമ്പോഴേക്കും ആ ജീവിതത്തിൽ അല്ലാഹു വെള്ളം നൽകിക്കൊണ്ട്, പരീക്ഷണം നൽകിക്കൊണ്ട് പല വിഷമങ്ങളും അനുഭവിക്കേണ്ടി വരില്ലേ? ഞാനൊന്ന് തുറന്നു പറയുന്നു, എന്റെ അനുജാ, പ്രണയ കല്യാണമുണ്ടല്ലോ. എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, എന്റെ ശബ്ദം കേൾക്കുന്ന പെൺമക്കളെ, പ്രണയ കല്യാണത്തിന്റെ രണ്ട് വലിയ വലിയ ഭവിഷ്യത്ത്, ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത രണ്ട് വലിയ ഭവിഷ്യത്ത്. ഒന്ന് ഞാൻ എന്റെ കുട്ടികളോട് പറയുന്നു, മാതാപിതാക്കളെ നെഞ്ചത്ത് ചവിട്ടിയിട്ടല്ലാതെ, അത് കാലുകൊണ്ട് ചവിട്ടുന്നതല്ല പറയുന്നത്, മാതാപിതാക്കളുടെ മനസ്സ് തളർത്തിയിട്ടല്ലാതെ വളരെ ഒരു പ്രണയ കല്യാണത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ ഏത് മക്കൾക്കാണ് കഴിയുന്നത്? ഏത് ആൺകുട്ടികൾക്കാണ് കഴിയുക? മാതാവിന്റെ പൊന്നുമ്മയുടെ സാധുവായ ഉപ്പയുടെ അൽവാലിദു ഔസതു അബ്വാബിൽ ജന്നാ, സ്വർഗത്തിലെ കവാടങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവാടമുണ്ട് സ്വഹാബികളെ, അത് ഉപ്പയാകുന്നു. കാരുണ്യത്തിന്റെ മുത്താട് പഠിപ്പിക്കുന്നതും പുതിയ തലമുറക്കറിയുന്നില്ലല്ലോ. പല കുട്ടികൾക്കും ഉമ്മയുടെ മഹത്വം തിരിയുന്നവരുണ്ട്. പല മക്കൾക്കും ഉമ്മയെ കുറിച്ചറിയാം. സാധുവാട് മക്കളെ, നമ്മുടെ ഉപ്പ അൽവാലിദു ഔസതു അബ്വാബിൽ ജന്നാ, സ്വർഗത്തിലെ കവാടങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുത്ത, ഏറ്റവും പ്രധാനപ്പെട്ട കവാടം. ദീനിന്റെ പടയാളികളായ ചെറുപ്പക്കാരെ, അത് നമ്മുടെ ഉപ്പയാകുന്നു. ആ ഉപ്പയുടെ നെഞ്ച് പിടർത്തിയിട്ടല്ലാതെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ പ്രണയ കല്യാണത്തിന്റെ പേര് പറഞ്ഞ്, പ്രണയത്തിന്റെ പേര് പറഞ്ഞ് വീട്ടിലേക്ക് അടുക്കളയിലേക്ക് കൊണ്ടുവരാൻ പറ്റോ? നെഞ്ചത്ത് കൈവച്ച് എന്റെ കുട്ടികൾ ചിന്തിക്കണം. ഉമ്മയുടെ ഇന്നല്ലാഹ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി ചൊല്ലടേ മുഹമ്മദ് മുസ്തഫ നബി തങ്ങളാണ് പറയുന്നത്, അല്ലയോ കുട്ടികളെ, ഇന്നല്ലാഹ ഹറമ അലൈക്കും ഉഖൂഖൽ ഉമ്മഹാത്ത്. ഏതെങ്കിലും ഒരു ഉമ്മയെങ്ങാനും മോനെ നമ്മുടെ പ്രണയ കല്യാണത്തിന്റെ വിഷയം കേട്ടുകൊണ്ട് നമ്മുടെ ഉമ്മയെങ്ങാനും ഒരു തുള്ളി കണ്ണീരൊടുക്കേണ്ടി വന്നാൽ ആ മക്കൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ശിക്ഷ മരിച്ചിട്ടുള്ളതല്ല. നമ്മുടെ കല്യാണത്തിന്റെയോ മറ്റോ വിഷയത്തിൽ ഉമ്മയും ഉപ്പയും ഒന്ന് മോനെ എന്ന് വിളിച്ച് നെടുവേർപ്പെടുന്നൊരവസ്ഥയോ കൽബ് വിട്ടുന്നൊരവസ്ഥയോ വന്നാൽ ഈ കുട്ടികൾക്ക് ദുനിയാവിൽ വെച്ച് കൊടുക്കുന്ന ശിക്ഷ ഞാനത് ഇവിടെ നിന്ന് വായിക്കുന്നുണ്ട്. ദുനിയാവിൽ അല്ലാഹു തആല കൊടുക്കുന്ന ശിക്ഷ നമ്മുടെ കുട്ടികൾക്ക് അറിയാതെ പോകുന്നുണ്ട്. എന്റെ അനുജാ, 5 മിനിറ്റ് സുഖത്തിന് വേണ്ടി, 2 മിനിറ്റ് സുഖത്തിന് വേണ്ടി സ്വന്തം ഉമ്മയെയും ഉപ്പയെയും വലിച്ചെറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ, 2 മിനിറ്റ് സുഖത്തിന് വേണ്ടി മാതാപിതാക്കളെ വലിച്ചെറിഞ്ഞു ഏതെങ്കിലും ഒരു ചെക്കന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നുവെങ്കിൽ മോളെ അനുഭവിച്ചിട്ടേ നീ മരിക്കും. ഞാൻ എന്റെ പെൺകുട്ടികളെന്ന നിലക്ക്, എന്റെ മക്കളെന്ന നിയത്തിൽ ഞാൻ ഈ സദസ്സിൻ നാട്ടിലുള്ള കുട്ടികളോട് പറയുന്നു, മോളെ അനുഭവിച്ചിട്ടേ മരിക്കൂ. അരുത്, അരുത്, അരുത്.
അരുത്. അവൻ്റേത് കഴിയും. അവൻ ചതിയനാണ്. പെൺകുട്ടികളോട് പറയുന്നു, മക്കളെ, അവൻ വഞ്ചകനാണ്, അവൻ ചതിയനാണ്. അവന് മോളെ നീ മാത്രമായിരിക്കില്ല, നിന്നെ പോലത്തെ ഒരുപാട് കുട്ടികൾ, പെൺകുട്ടികൾ അവനുണ്ട്. നിന്റേത് കഴിഞ്ഞാൽ നിന്നെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും. ആർക്കും വേണ്ടാത്തവളായി നീ ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്ന മോളെ, പ്രണയ കല്യാണത്തിന്റെ പേരിൽ മാതാപിതാക്കളുടെ കണ്ണീര് കുടിപ്പിക്കരുത്. മാതാപിതാക്കളുടെ മനസ്സ് തളർത്തരുത്. പാവങ്ങളെ ജീവിതം നശിപ്പിക്കരുത്. ഞാൻ ഓർമ്മപ്പെടുത്തുന്ന എന്റെ കുട്ടികളോട്, പറഞ്ഞാൽ ഇത് പുച്ഛമായി കാണുമോ എന്ന് എനിക്കറിയില്ല. ദഅവത്തിന്റെ ഒരു ഭാഗം എന്നതൊക്കെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ലാ തസിലന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അവിടുത്തെ പൊന്നുമക്കളോട് പറഞ്ഞു, മോരേ, ലാ തസിലന്ന ആഖാ فإنه لن يصلح ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ കല്യാണ പ്രായമെത്തിയ കുട്ടികളെ വിളിച്ചു, പൊന്നു മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, ലാ തസിലന്ന അഖാ, മാതാപിതാക്കളെ കരയിപ്പിക്കുകയോ മാതാപിതാക്കളെ വേദനിപ്പിക്കുകയോ മാതാപിതാക്കളെ പ്രണയ കല്യാണത്തിന്റെ പേരിലോ മറ്റോ മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിച്ച ഒരു കുട്ടിയുടെ, ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, അവരെ കൂടെ നിങ്ങൾ സഹവസിക്കരുതേ, അവർ നിങ്ങൾ ചങ്ങാതിയാക്കരുതേ. കാരണം അവർ രക്ഷപ്പെടാൻ പ്രയാസമാണ്. കാരണം അവർ ജീവിതത്തിലേക്കുള്ള ആമുഖമാണ് കല്യാണമെന്ന് പറയുന്നതൊക്കെ. പക്ഷേ ആ ആമുഖം മാതാപിതാക്കളുടെ കൽബ് പൊട്ടിച്ചുകൊണ്ടുള്ള തുടക്കമാണ്. മാതാപിതാക്കളുടെ കണ്ണീര് ഭൂമിയിലേക്ക് ഒടുക്കിക്കൊണ്ടുള്ള തുടക്കമാണ്. ഒരിക്കലും അവർ രക്ഷപ്പെടാൻ കഴിയില്ല, ഒരിക്കലും അവർ വിജയിക്കുകയുമില്ല. ഒരിക്കലും അവൻ വിജയിക്കുകയില്ല, അവളും വിജയിക്കുകയില്ല എന്നേക്കും. കാരണം ഈ പെൺകുട്ടി ഒരു ചെക്കനെ തെരഞ്ഞെടുത്താൽ ആ ചെക്കൻ്റെത് കഴിഞ്ഞാൽ, ഞാൻ ചെക്കനെന്ന് മനഃപൂർവ്വം പറയുന്നു, അവൻ വലിച്ചെറിയും. ഇവളൊന്നും നോക്കുമായി ആയുസ്സുകാലം മുഴുവനും ജീവിതം നശിപ്പിച്ചുകൊണ്ട് ആ പെൺകുട്ടിയുടെ ജീവിതം നശിക്കുമെന്ന് മഹാന്മാർ വിവരിക്കുന്നുവെങ്കിൽ ആൺകുട്ടിയുടെ അങ്ങനെ തന്നെയാണ്. ഇത് ഞാൻ എന്റെ പുതിയ തലമുറയിലുള്ള കുട്ടികളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഉസ്താദുമാരെ ഇരുത്തിക്കൊണ്ട്, മഹാന്മാരെ ഇരുത്തിക്കൊണ്ട് ഞാൻ എന്റെ മക്കളോട് പറയുന്നു, മോളെ, അരുത് മോളെ, നിന്റെ കല്യാണ പ്രായമെത്തുമ്പോ നിന്റെ ഉമ്മാനെ നീ കരയിപ്പിക്കരുത്, നിന്റെ വാപ്പയെ നീ കരയിപ്പിക്കരുത്. പച്ചപാവങ്ങളാണ്. മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞാൽ കാടുകാരി അത് പറയുന്നവനാണ് ഞാൻ. ഈ ലോകത്ത് കോടിക്കണക്കിന് ഡോളർ കൊടുത്താലും കിട്ടാത്ത രണ്ട് മുത്തുകളെ അല്ലാഹു ലോകത്ത് പടച്ചിട്ടുള്ളൂ. മോളെ, നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, എല്ലാത്തിനും പരിധിയുണ്ട്, എല്ലാത്തിനും ബദലുണ്ട്. നമ്മുടെ ഉപ്പ, ഉമ്മ, ഈ രണ്ട് മുത്തുകൾ അതൊരു മുത്തുകൾ തന്നെയാണ്, വല്ലാത്ത നിധികളാണ്. ആ പാവങ്ങൾ നമ്മൾ ജീവിതത്തിന്റെ തുടക്കത്തിലേക്ക് പോകുമ്പോൾ അവർ നമ്മൾ കരയിപ്പിക്കരുത്. അലാ ഉനബ്ബിഉകും ബിഅക്ബരിൽ കബായിർ, റസൂലുള്ളാഹ് ഖിയാമത്ത് നാൾ വരെയുള്ള ഈ ഉമ്മത്തിലെ മക്കൾക്ക് വേണ്ടി പഠിപ്പിച്ചു കൊടുക്കുന്നു. അലാ ഉനബ്ബിഉകും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, ബിഅക്ബരിൽ കബായിർ, ഏറ്റവും വലിയ വൻദോഷങ്ങളിൽ ഒന്ന് നിങ്ങളോട് പറയട്ടെയോ. ഫഖാലൂ ബലാ യാ റസൂലല്ലാഹ്, ബലാ യാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. റസൂലുള്ളാഹ് പറയുന്നു, രണ്ട് കാര്യം. ഒന്ന് അൽ ഇശ്റാഖു ബില്ലാഹ്, രണ്ടാമതായി നബി തങ്ങൾ പറയുന്നു ഉഖൂഖുൽ വാലിദൈൻ വ ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ വേദനിപ്പിക്കലാണ്, മാതാപിതാക്കളെ കരയിപ്പിക്കലാണ്, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കലാണ്. ലാ യദ്ഖുലുൽ ജന്ന, ലാ യദ്ഖുലുൽ ജന്ന. സഹാബികളെ,
സ്വർഗത്തിൽ കിടക്കുകയില്ല. സ്വർഗത്തിൽ കിടക്കല് പോയി, സ്വർഗത്തിന്റെ വക്കൊന്ന് കാണല് പോയി, സ്വർഗത്തിന്റെ വാസന പോലും ശ്വസിക്കാൻ സാധിക്കുകയില്ല. ആർക്ക്? നബിയേ. നബി തങ്ങൾ പറയുന്നു, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവർ, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നവർ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവർ, മാതാപിതാക്കളെ നെഞ്ചു പിടർത്തുന്നവർ അവരൊരിക്കലും തന്നെ സ്വർഗത്തിൽ കിടക്കുകയില്ല. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദിലാ. എത്ര കനപ്പെട്ട വാക്കുകൾ ചെറുപ്പക്കാരായ കുട്ടികൾ ഉള്ളതുകൊണ്ട് ഞാൻ കുട്ടികളോട് മനസ്സൊന്ന് തുറക്കുകയാണ്. എനിക്ക് രണ്ട് ചരിത്രം പറഞ്ഞാൽ 2 മണിക്കൂർ തികച്ചു പോകാൻ അറിയാത്ത ആളല്ലെന്ന് ഞാൻ താമുഖത്തിൽ തന്നെ പറഞ്ഞു. സഹോദരങ്ങളെ, നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് പറയുകയാണ്, നല്ല ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാൻ ചിലപ്പോൾ വെറുക്കുമെന്നറിയാം. പക്ഷേ സ്വന്തം മക്കൾ എന്ന രൂപത്തിലാണ് ഇവിടെ ശബ്ദം കേൾക്കുന്ന കുട്ടികളോട് പറയുന്നത്. മോളെ അരുത്, മോനെ അരുത്. വേങ്ങര പരിസരത്ത്, ഇരിങ്ങല്ലൂർ പരിസരത്തുള്ള എൻ്റെ പൊന്നു മക്കളോട് ഞാൻ പറയുന്നു, മക്കളെ അരുത്. നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ടാവരുത്, സന്തോഷിപ്പിച്ചുകൊണ്ടാവണം. അത്രേ ഞാൻ ഈ കുട്ടികളോട് ഇപ്പോൾ പറയുന്നുള്ളൂ. ഞാൻ എൻ്റെ കുട്ടികളോട് ആ രൂപത്തിൽ നോക്കൂ. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോളെ സലാസത്തുൻ ലാ യൻദുറുല്ലാഹു ഇലൈഹിം, 3 ആളുകളേക്ക് അല്ലാഹു റഹ്മത്തവന്റെ റഹ്മത്തിന്റെ നോട്ടം നോക്കുകയില്ല. യൗമുൽ ഖിയാമ 3 ആളുകളിലേക്ക്, അതിൽ അല്ലാഹുവിന്റെ ഏറ്റവും ചെറിയ പൊരുത്തം റിള, അത് ഏറ്റവും വലുതാണെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ആ റിള കിട്ടുകയില്ല. ആർക്കെന്നറിയോ? അൽ ആഖു ലിവാലിദൈഹി. 3 ആളുകൾ. ഒന്ന്, മാതാപിതാക്കളുടെ മനസ്സ് പൊട്ടിക്കുന്ന മക്കൾക്കാണ്. മാതാപിതാക്കൾ ഇത് പറയുമ്പോൾ എവിടെയാണ് സഹോദരങ്ങളെ കണ്ണീരൊഴുക്കാത്ത ഉമ്മയുള്ളത്? ഏത് മഹല്ലിലാണ് കണ്ണീരൊഴുക്കാത്ത ഉപ്പയുള്ളത്? നല്ല നല്ല കാര്യപ്പെട്ട ഹാജിമാർ പള്ളിയിലേക്ക് പോലും പോകാൻ പറ്റാത്ത വിധത്തിൽ, കാരണം നാണക്കേട് കൊണ്ട് തലതാറ്റി നടക്കുന്ന പിതാവും ഉമ്മയും. എത്ര സാധുക്കളുണ്ട്. എന്റെ ശബ്ദം കേൾക്കുന്ന മോളെ, മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ പറഞ്ഞു, ഫൗക കുല്ലി ഫുജൂരിൻ ഫുജൂർ, ഫൗക കുല്ലി ഫുജൂരിൻ ഫുജൂർ. ഒരു മനുഷ്യന്റെ ബടക്ക് ചെയ്താലും ഈ ഭൂമിയിൽ 75 കൊല്ലം ജീവിച്ച മനുഷ്യൻ 75 കൊല്ലത്തിനുള്ളിൽ എത്ര ബടക്ക് ചെയ്താലും ഫൗക കുല്ലി ഫുജൂരിൽ ഫുജൂർ, അതിന്റെ മുകളിലും ഒരു ബടക്കുണ്ട്. ഹത്താ യഉഖർ റജുലു വാലിദൈഹി. ഒരു കുട്ടി മാതാപിതാക്കളെ കരയിപ്പിച്ചാൽ അതിന്റെ മുകളിൽ ഒരു ബടക്ക് ഈ ഭൂമിയിൽ വേറെ ഇല്ല. ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളുടെ വാക്കുകളാണ്. എത്ര വലിയ വൃത്തികേട് ചെയ്താലും അതിന്റെ മുകളിൽ ഒരു വൃത്തികേട് പറയാനുണ്ട്. ഉപ്പയോ ഉമ്മയോ ഒന്ന് കരയേണ്ടി വന്നാൽ, മോനെ മോളെ, ഇത് വിളിച്ചിട്ട സാധു പച്ച പാവങ്ങൾ ഒന്ന് കരയേണ്ടി വന്നാൽ അതിന്റെ മുകളിൽ ഒരു ബടക്ക്, ഒരു ഫുജൂരി എന്ന് പറയാൻ ഇനിയില്ല എന്ന് മഹാന്മാര് പറഞ്ഞാൽ, ബുക്കാഉൽ വാലിദൈൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് മക്കളെ, ജീവിതത്തിൽ നമ്മുടെ ഉമ്മയെ കരയിപ്പിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ഒന്നിന്റെ പേരിലും വാപ്പയെയും കരയിപ്പിക്കരുത്, മാതാപിതാക്കളെ കരയിപ്പിക്കരുത്. ഈ വഅദ് പറഞ്ഞാൽ അസ്ഥാനത്താണെന്ന് എനിക്കറിയാം. ഞാനങ്ങനെ പറയുകയാണ്. SSFന്റെ കുട്ടികൾ സംഘടിപ്പിച്ച മജ്‌ലിസ് അല്ലേ, അഭിമാനത്തോടെ സന്തോഷത്തോടെ പറയാമല്ലോ. ആ SSFിലൂടെ വളർന്നവരാണ് ഞങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ സന്തോഷത്തോടെ പറയാം, മൻ അദ്ഖല അലൈഹിമാ, മഹാന്മാർ വിവരിക്കുന്നു, മാ യുഹ്സിനുഹുമാ ഫഖദ് അഖഹുമാ. ഏതെങ്കിലും ആൺകുട്ടിയോ പെൺകുട്ടിയോ മൻ അദ്ഖല അലൈഹിമാ, മാതാപിതാക്കളുടെ മനസ്സിൽ ഒരു ഹുസ്ന്, ഒരു ചെറിയ വിഷമം ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്ലാഹു തആല കൊടുക്കുന്ന ഭവിഷ്യത്ത് വിവരിക്കുകയാണ്. കുല്ലു ദുനൂബ് യുഅഖിറുല്ലാഹ് മാ ശാഅ മിൻഹാ ഇലാ യൗമിൽ ഖിയാമ. മുഹമ്മദുർ റസൂലുള്ളാഹി. ഓർക്ക ചൊല്ലി. നിങ്ങൾക്ക് ഉറക്ക് വന്നാ നമുക്ക് 10 നിർത്താം. നിങ്ങൾ ബേജാറാവില്ലേ? നിങ്ങൾ ഓർക്കാണ് ചൊല്ലിയ ബീബിങ്ങളെ 10 ഉള്ളിൽ നീ ബേജാറാണ്ട. ചൊല്ലിക്കോളി. എത്രമാത്രം
തെറ്റ് ചെയ്ത ഈ വഅദ് പറയുന്ന മുസ്ലിയാർ, ഞാൻ എത്ര തെറ്റ് ചെയ്തു എന്ന് സങ്കല്പിച്ച് ചെയ്താലും യുഅഖിറുല്ലാഹു മാ ശാഅ മിൻഹാ ഇലാ യൗമിൽ ഖിയാമ, ചിലപ്പോൾ അതിൻ്റെ ശിക്ഷ ഖിയാമത്ത് നാൾ വരെ നീട്ടിവെക്കും. ജ്യേഷ്ഠാനുജന്മാരെ റസൂലുള്ള സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ അരികിൽ എത്ര തെറ്റ് സംഭവിച്ചാലും ചിലപ്പോൾ അതിൻ്റെ ശിക്ഷ ആഖിറത്തിലേക്ക് നീട്ടിവെക്കും. എന്നാൽ ഇല്ലാ ഉഖൂഖൽ വാലിദൈൻ, ദീനിന്റെ പടയാളികളായ കുട്ടികളെ, ഇല്ലാ ഉഖൂഖൽ വാലിദൈൻ, മാതാപിതാക്കളെ നമ്മുടെ പൊന്നുമ്മയെ കരയിപ്പിക്കുന്ന കുട്ടികളൊടിച്ച്, നമ്മുടെ പൊന്നുപ്പയെ വേദനിപ്പിക്കുന്ന മക്കളൊടിച്ച് റസൂലുള്ളാഹി പറയുന്നു ഫഇന്നല്ലാഹ യുഅജ്ജിലുഹു ലിസ്വാഹിബിഹി ഫിൽ ഹയാതി ഖബലൽ മമാത്. ചൊല്ലണേ ഖാല റസൂലുള്ളാഹി. നമുക്ക് പോകാം മദീനയിലേക്ക്. ഖാല റസൂലുള്ളാഹി فإن الله يعجله لصاحبه في الحياة قبل الممات. എത്ര വലിയ തെറ്റ് ചെയ്താലും അല്ലാഹു അതിന്റെ ശിക്ഷ ആഖിറത്തിലേക്ക് നീട്ടിവെക്കുമെങ്കിൽ ഉമ്മ ഉപ്പ എന്ന് പറയുന്ന ആ രണ്ട് മുത്തുകളെ ഒരു മിനിറ്റ് കരയിപ്പിച്ചവരുണ്ടോ? ഒരു മിനിറ്റ് വേദനിപ്പിച്ചവരുണ്ടോ? അല്ലാഹു ആ മക്കൾക്കുള്ള ശിക്ഷ ഇവിടെ വെച്ച് തന്നെ കൊടുക്കുന്നതാണ്. അത് ഖബറിലേക്ക് നീട്ടിവെക്കില്ല, ആഖിറത്തിലേക്ക് നീട്ടിവെക്കില്ല. ഇവിടെ വെച്ച് അല്ലാഹു കൊടുക്കും. അവൾ നീട്ടുന്ന കരങ്ങൾക്ക് അല്ലാഹു ബറക്കത്ത് കൊടുക്കില്ല. എവിടെ ചെന്നാലും, ഗൾഫിൽ ചെന്നാലും, എവിടെ പോയാലും ഒരു ബറക്കത്തും അല്ലാഹു അവന് കൊടുക്കുകയില്ല. അർഹമുർ റഹീമീനായ റബ്ബ് അവനുള്ള എല്ലാ ഐശ്വര്യവും എല്ലാ ബർക്കത്തുകളും എടുത്തു കളയുന്നതാണ്. ഇത് മഹാന്മാർ വിവരിക്കുന്നുവെങ്കിൽ ആ നബി തങ്ങൾ പറയുന്നു, അല്ലയോ സ്വഹാബികളെ, ഇദാ ഫഅലതു ഉമ്മത്തി, എന്റെ സമുദായം, എന്റെ ഉമ്മത്ത്, നമ്മൾ സാധുക്കളാണ്, നമ്മൾ പാവങ്ങളാണ്. എത്രയോ മഹാന്മാർ, അമ്പിയാക്കൾപ്പെട്ട മഹാന്മാർ വരെ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ പെടാൻ കൊതിച്ചിട്ടുണ്ട്, നബി തങ്ങളുടെ ഉമ്മത്തിൽ പെടണമെന്ന് ആശിച്ചിട്ടുണ്ട്. എന്റെ അനുജാ, മദീന പൂന്തോപ്പിൽ കിടന്നുകൊണ്ട് ഈ SSFന്റെ കുട്ടികൾ സംഘടിപ്പിച്ച മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ നമ്മെ കാണുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, മതാ അൽഖാ, ഞാൻ എന്റെ മക്കളെ എന്ന് കണ്ടുമുട്ടും. അലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്, ഞങ്ങൾ അവിടുത്തെ മക്കളല്ലയോ നബിയേ? ലാ ബൽ അൻതും അസ്ഹാബി, നിങ്ങളൊക്കെ എന്റെ സ്വഹാബികളാണ്. വ ഇഖ്വാനി വഫീ റിവായത്തിൽ വ ഔലാദി, ആരാണ് എന്റെ കുട്ടികളെന്നറിയുമോ? എന്റെ ഉമറേ, എന്റെ സ്വഹാബികളെ, ആരാണ് എന്റെ മക്കളെന്നറിയുമോ? അല്ലദീന ആമനൂ ബി വലം യറൗനി, എന്നെ കാണാത്ത, എന്റെ കൂടെ നിസ്കരിക്കാത്ത, എന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാത്ത, അവസരം കിട്ടാത്ത ഒരുപാട് മക്കൾ എന്റെ വഫാത്തിന് ശേഷം വരും. അവര് പാവങ്ങളാണ്, അവര് സാധുക്കളാണ്. മതാ അൽഖാ, ആ മക്കളെ ഞാനൊന്ന് കണ്ടുമുട്ടും. നമുക്ക് വേണ്ടി കണ്ണീരൊടുക്കിയ മുഹമ്മദുർ റസൂലുള്ളാഹ്, ചൊല്ലു പിതാക്കളെ, മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമ്മത്തിൽ പെടാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. അർഹമുർ റഹീമീനായ റബ്ബ് ആ ശറഫാക്കപ്പെട്ട മുഖമെന്ന് കാണാനും നമുക്ക് അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. ഇദാ ഫഅലതു ഉമ്മത്തി 15 ഖസ്ല, എന്റെ ഉമ്മത്തെങ്ങാനും 15 കാര്യം ചെയ്തു പോയാൽ ഹല്ല ബിഗൽ ബലാ, എന്റെ പാവപ്പെട്ട ഉമ്മത്തിൽ 15 കാര്യം ഏത് മനുഷ്യൻ ചെയ്താലും ഈമാനിന്റെ പ്രബലപിക്കാൻ അവസരം കിട്ടിയ ആണോ പെണ്ണോ 15 കാര്യമെങ്ങാനും അവിടെ ജീവിതത്തിൽ ചെയ്തു പോയാൽ ഹല്ല ബിഗൽ ബലാ, ഹല്ല ബിഗൽ ബലാ,
പല പല ആഫത്തുകൾ ഇറങ്ങുന്നതാണ്, പല മുസീബത്തുകൾ, പല മാറാവ്യാധി രോഗങ്ങളും പല വിധത്തിലുള്ള പരീക്ഷണങ്ങളും അല്ലാഹു എന്റെ മക്കൾക്ക് നൽകുന്നതാണ്, എന്റെ ഉമ്മത്തിന് നൽകുന്നതാണ്. സ്വഹാബത്ത് പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് വമാ ഹുന്ന, ആ 15 കാര്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും പ്രധാനമായി അവിടുന്ന് എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ ഒന്നാണ്, മാതാപിതാക്കളെ കരയിപ്പിക്കുന്ന, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന, മാതാപിതാക്കൾ മോളെ മോനെ എന്ന് വിളിച്ചുകൊണ്ട് അവരതാ കരയുന്നു, ഇവനതാ വേറെ വേഷപ്പെണ്ണുമായി പോകുന്നു, അല്ലെങ്കിൽ ഈ പെൺകുട്ടി ഒരു ചെക്കനുമായി ഏതോ തറവാട്ടിൽ നിന്നിറക്കാത്ത ഒരുത്തരമായി ഒരുത്തന്റെ കൂടെ പോകുമ്പോൾ കരയാത്ത ഉമ്മയുണ്ടോ, കരയാത്ത ഉപ്പയുണ്ടോ? ഈ ആഫത്തുകൾ ഈ ഭൂമിയിൽ ഇറങ്ങുന്നതിന്റെ 15 പറയേണ്ടതാണ്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, വിഷയത്തിൽ ഒന്ന് മാത്രം സൂചിപ്പിച്ചെന്ന് മാത്രം. എന്റെ അനുജന്മാരെ, അരുത് ജീവിതം ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്. അതാണ് ജീവിതം. ചില ആളുകൾക്ക് കുടുംബം വേണ്ട എന്ന് തോന്നുന്ന അവസ്ഥയിൽ ഇപ്പൊ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. ഏത് മതവിശ്വാസികളും മതമില്ലാത്തവരും കുടുംബമുണ്ടെങ്കിലേ ജീവിതമുള്ളൂ എന്ന് വിശ്വസിച്ച് ആ രൂപത്തിൽ നടക്കുന്നവരുമാണ്. ഇല്ലെങ്കിൽ അതോ അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല. അതൊക്കെ അനുഭവിക്കാൻ പോകുന്ന കാഴ്ചകളാണ്. ഞാൻ നമ്മുടെ മക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ്, മോളെ അരുത്. ഞാനിവിടെ വേങ്ങരയിൽ കഴിഞ്ഞ റബീഉൽ അവ്വലിന് മനസ്സ് പൊട്ടിയിട്ടൊരു കാര്യം പറഞ്ഞു. നമ്മുടെ വേദനങ്ങാടി മനസ്സ് പതറിക്കൊണ്ട് എന്താ വിഷയം എന്നറിയോ? നമ്മൾ ഈ കുറേ അതിപ്പോ ഇരിങ്ങല്ലൂർ ഉസ്താദും മറ്റു ഉസ്താദന്മാരൊക്കെ കേൾക്കുന്നതിനത് എന്തൊക്കെയാ വിഷയങ്ങൾ എന്നറിയങ്ങള്. ഒരു പെൺകുട്ടി, എനിക്ക് മുത്താലിമീങ്ങളാണ് ആ വീഡിയോ എന്ന് കാണിച്ചത്. അത് കണ്ടത് മുതൽ ഞാൻ കൽപ്പൊട്ടി പാലും അറിയുന്നുണ്ട്. ഏതെങ്കിലും കുട്ടിയുടെ മനസ്സിൽ പടച്ചവനെ എൻ്റെ പൊന്നുമ്മ എൻ്റെ ഉപ്പ എന്ന് തോന്നിയാലോ, ചിലപ്പോൾ 1001 മനസ്സ് തോന്നിയാലും ഈ സംഘാടകർ രക്ഷപ്പെടുമല്ലോ. ഇവിടെയുള്ള പ്രവർത്തകർക്ക് ബർക്കത്തല്ല കൊടുക്കില്ലേ? ആ ഒരു നിയത്ത് തന്നെയാണ്. ഒരു പെൺകുട്ടിയെ പോറ്റി വളർത്തി ഒറ്റ കുട്ടിയുള്ളൂ. ഞാൻ വേങ്ങരങ്ങാടിയിൽ വെച്ച് പറഞ്ഞതാ, ഒരു കുട്ടിയെ ഉമ്മാക്കുപ്പാക്കുള്ളൂ. നീണ്ട 18 കൊല്ലം മുതൽ പോറ്റി വളർത്തിയിട്ട് നിങ്ങൾ ചിലപ്പോൾ വീഡിയോ കണ്ടുവരുന്നുണ്ടാവും. ആ കുട്ടി 15 വയസ്സ് 18 വയസ്സ് വരെ ഈ ഉമ്മ ഈ പെൺകുഞ്ഞിനെ പ്രസവിച്ച ഉടനെ തന്നെ, നിങ്ങൾ സമയം വൈകിട്ടൊന്നുമില്ലല്ലോ, ഒരു 10-15 മിനിറ്റ് കൂടി പോയിക്കോട്ടെ. അത് ശരി, നിങ്ങളിങ്ങനെ പോണ പോലെ ഇങ്ങനെ ഇവിടെ ഒക്കെ നടന്നല്ല ഇല്ല. അപ്പോൾ ഞാൻ ഒരു 10-15 മിനിറ്റ് കൂടെ നിങ്ങൾക്ക് വിഷമല്ലെങ്കിൽ 10:15 നിർത്താം. 10 മണിയെ കണക്കെന്നൊക്കെ പറ്റി നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ മനുഷ്യൻ നിങ്ങൾ ചിലപ്പോൾ എഴുത്തും തരാതെ അപ്പം തന്നെ ഞാൻ പറഞ്ഞു എഴുത്ത് തരണ്ടാച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ആദ്യം ഒരു 10:15 തന്നെ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയുന്നതേ, ഈ പെൺകുട്ടിയെ, ഏത് പെൺകുട്ടിയാണെന്നറിയങ്ങൾ, ആ പെൺകുഞ്ഞിനെ പ്രസവിച്ച ഉടനെ വാപ്പ മരിച്ചു. അപ്പോൾ ഈ ചെറിയ പെൺകുട്ടിയുടെ ഉമ്മ എന്ന് പറയാം, ഉമ്മാക്ക് അന്ന് 15-16 വയസ്സിലൊക്കെ കെട്ടിച്ചുവിടുന്ന ഉമ്മ. അപ്പോൾ ആ ഉമ്മയുടെ വയസ്സത്രേക്കാണ് 17-18 വയസ്സുള്ള ഉമ്മ. നിങ്ങൾ പറയും. അപ്പോൾ ആ ഉമ്മാക്കൊരു കല്യാണം, ആ പെൺകുട്ടിക്കൊരു കല്യാണത്തിൻ്റെ അതിന് ജീവിതത്തിൽ എത്തിയിട്ടില്ലല്ലോ. അപ്പോൾ ഈ പെണ്ണ്, ഈ ഉമ്മ പറയത്ര, ഈ ചോരപ്പ് ഇതിനെ ചൂണ്ടിയിട്ടേ, ഞാനിപ്പോൾ വേറെ ഭർത്താവിന് വഴിപ്പെട്ടാൽ ഈ കുഞ്ഞിനെ അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. അതുകൊണ്ട് ഈ കുട്ടിയെ ഓർത്തിട്ട് ദുനിയാവിൽ ഞാനൊരു കല്യാണത്തിന് മുതിരുന്നില്ല. എനിക്ക് ഉസ്താദ്, എനിക്ക് പരിചയമുള്ള കുടുംബമാണ്. ഒരു കഥ പറയല്ല ഞാൻ. അപ്പോൾ ഈ തള്ള, ഈ ഉമ്മ വേറെ കല്യാണത്തിന് വഴിപ്പെട്ടില്ല എന്ന്. അങ്ങനെ 18 വയസ്സ് വരെ ഈ കുട്ടിയെ മോളെ എന്ന് വിളിച്ചിട്ട് അതിനെ വളർത്തി. ആ ഉമ്മ ആ കുട്ടിക്കുള്ള പഠനത്തിനുള്ള കാശുണ്ടാക്കിയ കഥക്കെ കേട്ട കൽബ് പൊട്ടും, മനസ്സ് പൊട്ടും. അങ്ങനെ വളർത്തി 18 വയസ്സ് കഴിഞ്ഞിട്ട് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് മോളെ അവളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കില്ല, ഒരടിച്ചു വാരുന്നവരെ അങ്ങനെ ഉണ്ടല്ല, അതുവരെ ഉമ്മ അങ്ങനെ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് മോളേന്ന് വിളിക്കാൻ വന്നതാ. അപ്പം മോള് കിടക്കുന്ന റൂമിൽ മോള് കാണുന്നില്ല. അപ്പം മോള് ചാടിപ്പോയിട്ടുണ്ട്. ഈ ഉമ്മാക്ക് ആരും ഇല്ലട്ട, ഉമ്മാക്ക് ഉപ്പല്ല, ഉമ്മല്ല, ഒരു ഭർത്താവില്ല, ഒന്നുമില്ലല്ല.
മോളെ വിളിച്ചിങ്ങനെ ഓടിച്ചാടി നടക്കുക. അപ്പോൾ അയൽപ്പക്കക്കാർ പറഞ്ഞു ബൈക്കിൻ്റെ പിന്നിൽ പോയിട്ടുണ്ട്. നിങ്ങൾ ഞാൻ ഒന്ന് പറയാ, ആ ഉമ്മ ഓടിച്ചാടി അന്വേഷിച്ച് മോളെ അരികിലെത്തി. മോളെ കണ്ടുവന്നു. എന്നിട്ട് മോളെ അരികിൽ ചെന്നിട്ട് ഈ ഉമ്മ മോളെ, ആ ഉമ്മാൻ്റെ വിളി നോക്കി, ആ നിലവിളി മോളെ എന്നുള്ള വിളിയെ. അപ്പൊ കൂടുള്ളവർ പറഞ്ഞു ഈ പെൺകുട്ടിയോട്, മോളെ നിന്റെ ഉമ്മ വന്നിട്ട് നിന്നതാ വിളിക്കണ. അപ്പൊ ഈ പെണ്ണ് പറയാ എനിക്ക് ഉമ്മ വേണ്ട. ഇത് ഏതോ രാജ്യത്തല്ലട്ടാ, നമ്മുടെ ജില്ലയിലാണ് നോർക്കം. അത് സുഖിപ്പിക്കാൻ അല്ലെങ്കിൽ വിഷമിപ്പിക്കാനല്ല പറയുന്നത്. എനിക്ക് ഉമ്മ വേണ്ട. അങ്ങനെ എത്ര ഉമ്മ വേണ്ട. ഇപ്പം അടുത്തതപ്പോൾ ഒരു സംഭവം നോക്കി നിങ്ങൾ, നിർബന്ധിച്ചൊരു പെൺകുട്ടി നിർബന്ധിച്ച് കല്യാണം കഴിഞ്ഞു. 18 വയസ്സ് തികയാൻ 1-2 മാസമേ ഉള്ളൂ അത്രേ. അത് 1-2 ആഴ്ച എന്തോന്ന് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മയില്ല. അപ്പോ അങ്ങനെ ഈ പെൺകുട്ടി ചെന്നിട്ട് ഉമ്മാനോട് പറയാനത്രേ, ഇപ്പം നിക്കായത് കൊടുത്തില്ലെങ്കിൽ ഞാൻ ചാടിപ്പോകുന്നു. ഉമ്മാനോട് പച്ചയില്. അപ്പൊ ഉപ്പ നല്ലൊരു തറവാട്ടുകാരനാണ്. അപ്പൊ ഈ വാപ്പ പറഞ്ഞു ചാടിപ്പോണ മുമ്പ് നമുക്ക് കെട്ടിച്ചു കൊടുക്കുക. അങ്ങനെ സാധു കെട്ടിച്ചു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പെൺകുട്ടി ഒന്ന് ഉമ്മാനോട് പറയാൻ തെനിക്കാൻ വേണ്ട. അപ്പോൾ ഉപ്പ അതറിഞ്ഞു, ലക്ഷങ്ങൾ മുടക്കിയിട്ട് കല്യാണം നടത്തിയതാണ്. അപ്പോൾ ഉപ്പ ഒന്ന് ദേഷ്യം പിടിച്ചു. മോളെ, ആ എടിപൊടി വിളിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അങ്ങനെ വിളിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ദേഷ്യം പിടിച്ചു. ഉടനെ ഈ പെൺകുട്ടി വിളിച്ചു. ഉടനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് 18 വയസ്സ് തികയുന്നതിന് മുമ്പ് ഉമ്മിയുപ്പ എന്നെ കല്യാണം കഴിച്ചു വിട്ടു. മുസൽമാൻ. ആ പാവങ്ങൾ 20 കൊല്ലത്തെ തടവിലാണ്. നാട്ടുകാർ കൂടി ഇപ്പം രക്ഷപ്പെടുത്തി നിൽക്കുക കേൾക്കുന്നു. 20 കൊല്ലത്തെ തടവ് ശിക്ഷ. എവിടെയാണ് ഇപ്പൊ ലോകത്ത് നിങ്ങൾ പറയും എന്നതുപോലെ ഈ പെൺകുട്ടി പറയും എനിക്ക് ഉമ്മ വേണ്ട. ഉമ്മ വേണ്ട എന്ന് പറഞ്ഞപ്പോ ഞാൻ പറയാൻ വിഷയം പറഞ്ഞില്ലല്ലോ. ഈ ഉമ്മ മോളേന്ന് വിളിച്ച് കാൽക്കലങ്ങ് വീണു. 2 കാലും ഈ പെൺകുട്ടി കൂട്ടിപ്പിടിക്കുന്നത് കാണുന്നുണ്ട്. ഈ ഉമ്മ കൂട്ടിപ്പിടിക്കുന്നുണ്ട്. അഥവാ ഉമ്മയുടെ തല മകളുടെ 2 കാലിനിടയിലാണ്. പക്ഷെ ഈ മകളിങ്ങനെ തട്ടി തെറിപ്പിക്കുന്നുണ്ട് ഉമ്മാനെ. ഉമ്മ കൈവിടുന്നില്ല. അവസാനം ഉമ്മാന്റെ മാറിടത്തിൽ ചവിട്ടി നിൽക്കുന്നുണ്ട്. ഈ പെൺകുട്ടിക്ക് 2 കൊല്ലത്തോളം മുല കൊടുത്ത ആ പൊന്നുമ്മയുടെ നെഞ്ചത്ത് ചവിട്ടി നിന്നപ്പോഴും ഈ ഉമ്മ കൈവിട്ടില്ല. പിന്നെന്താ ചെയ്തതറിയോ? ഈ പെൺകുട്ടി ഉമ്മയുടെ മുഖത്ത് കവളത്ത് ചവിട്ടി നിന്നു. ചവിട്ടിയപ്പോൾ ഉമ്മല്ലേ, പാവാണല്ലോ. നമ്മുടെ മുഖത്ത് ചവിട്ടിയൊരു മനുഷ്യൻ നിന്നാൽ സ്ഥിതി എന്താ? 18 വയസ്സ് കഴിഞ്ഞൊരു പെൺകുട്ടി ഉമ്മയുടെ കവളത്ത് ചവിട്ടി നിന്നപ്പോ ആ ഉമ്മ വേദന കൊണ്ട് കൈവിട്ടു. ഉടനെ തന്നെ അവൾ ചെക്കൻ്റെ കൂടെ ബൈക്കിൽ ഇരിക്കുന്ന ചെക്കൻ്റെ പിന്നിലിരുന്ന് പോകുമ്പോൾ ഈ ഉമ്മ വിളിക്കുന്നൊരു വിളിയുണ്ട്, മോളേന്ന്. ആരുമില്ലാത്തൊരു വിളി. നമ്മുടെ ഈ ഉമ്മത്തിലൊരു ഉമ്മയാണത്. പക്ഷേ എൻ്റെ ശബ്ദം കേൾക്കുന്ന മക്കളെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന പെൺകുട്ടിയോട് പറയുന്നു, മോളെ, നിന്റെ 2 മിനിറ്റ് സുഖത്തിന് വേണ്ടി ഏതോ തറവാട്ടിന് നിരക്കാത്തൊരു ചെക്കൻ്റെ കൂടെ നീ നിന്റെ ഉമ്മയുടെ മാറിടത്തിൽ ചവിട്ടി, നിന്റെ ഉമ്മയുടെ നെഞ്ചത്ത് ചവിട്ടി നീ ഇറങ്ങിപ്പോയാൽ എൻ്റെ ഇരിങ്ങല്ലൂർ പ്രദേശത്തുള്ള പെൺമക്കളെ അവൻ്റേത് കഴിയും. അവൻ്റേത് കഴിഞ്ഞാൽ അവൻ നിന്നെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും. ഈ പെൺകുട്ടിയെ വലിച്ചെറിഞ്ഞു. അവൾ ആർക്കും വേണ്ടാത്തവളായി. അയൽപ്പക്കക്കാര് വന്ന് ഈ ഉമ്മയോട് പറഞ്ഞു, നിങ്ങളുടെ മോൾ ഇന്ന സ്ഥലത്തിരിക്കുന്നുണ്ട്, ഇന്നാലിന്ന ബസ് സ്റ്റോപ്പിന്റെ ഒരു പരിസരത്ത് നിങ്ങളുടെ മകൾ ഇരിക്കുന്നുണ്ട്. ഈ ഉമ്മ അവിടെ എത്തി. അതാണ് ഉമ്മ. ഈ ഉമ്മ അവിടെ എത്തി. മോളെ എന്ന് വിളിച്ചു. അണച്ചുകൂട്ടി വീട്ടിൽ കൊണ്ടുപോയി വയറ് നിറയെ ഭക്ഷിപ്പിക്കുന്നു. അവൾ വ്യഭിചാരി പെണ്ണാടിയെന്നും ചാടിപ്പോയവളാണെന്നും മാറിടത്തിൽ ചവിട്ടിയവളാണെന്നും മുഖത്ത് ചവിട്ടി നിന്നവളാണെന്നും അറിയുന്ന ഉമ്മക്ക് ആ ഉമ്മ മകളെ ഓർത്തപ്പോൾ മറന്നുപോയി. ആ മകളെ വീട്ടിൽ കൊണ്ടുപോയി വയറ് നിറയെ ഭക്ഷിപ്പിക്കുന്നുണ്ട്. കാരണം എൻ്റെ കുട്ടികളോട് പറയുന്നു, മോളെ, ഉമ്മാക്ക് നിന്നെ മറക്കാൻ കഴിയോ? ഞാൻ എൻ്റെ കുട്ടികളോട് ഓർമ്മപ്പെടുത്തുന്നു, വേങ്ങര പ്രദേശത്തുള്ള മക്കളോട്, നിന്റെ നെഞ്ചത്തുള്ള എല്ലുകൾ, മൂർച്ചയുള്ള എല്ലുകൾ, നിന്റെ മാറിടത്തിലുള്ള എല്ലുകൾ മൂർച്ചയുള്ള കത്തി കൊണ്ടുവന്ന് മോളെ കൊത്തിമുറിച്ചാൽ നിന്റെ വേദന എത്രയായിരിക്കും? അതിനേക്കാളും വലിയ വേദന നിന്റെ ഉമ്മ നിന്നെ പ്രസവിക്കുമ്പോൾ, നമ്മുടെ ഉമ്മ നമ്മ പ്രസവിക്കുമ്പോൾ സഹിച്ചിട്ടുണ്ട്. ഞാനിത് പ്രസംഗിക്കുമ്പോൾ എൻ്റെ ഉമ്മ പള്ളിക്കാട്ടിലാണ്, എൻ്റെ വാപ്പയും പള്ളിക്കാട്ടിലാണ്. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ സ്വർഗം കൊടുക്കട്ടെ. ഞാൻ എൻ്റെ പെൺകുട്ടികളോട് പറയും,
പറയുന്നു, മോളെ നിന്റെ ശരീരത്തിലുള്ള ഞരമ്പുകൾ ജീവനോടെ നിന്റെ ബ്ലേഡ് എടുത്തുകൊണ്ട് തൊലിമുറിച്ച് നിന്റെ ഒരു 10-20 ഞരമ്പുകൾ എങ്ങനെ മരിക്കുന്നുവെങ്കിൽ എൻ്റെ പെൺമക്കളെ നിങ്ങളുടെ വേദന എത്രയായിരിക്കും? അതിനേക്കാളും വലിയ വേദന മോളെ നമ്മ പ്രസവിക്കുമ്പോൾ നമുക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ട്. ആൺകുട്ടികളോടും പറയുന്നു, മോനെ ഈ ഉമ്മയെ ഏതോ ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഈ ഉമ്മയെ വലിച്ചെറിയുന്ന മോനെ, വാപ്പയെ വലിച്ചെറിയുന്ന മോനെ, ഉമ്മയെക്കാളും പച്ച പാവമാണ് ഉപ്പ എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഉമ്മാക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയും, ഉപ്പാക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയില്ല. നിന്നെ പ്രസവിച്ചത് മുതൽ നിനക്ക് വേണ്ടി 20-22 വയസ്സ് വന്നാൽ ആ കാലയളവിൽ നിന്റെ പഠനം, നിന്റെ വസ്ത്രം, നിന്റെ ഭക്ഷണം നിനക്ക് വേണ്ടി കടം വാങ്ങി, നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട് നിന്നെ വളർത്തിയത് മോളെ ഉപ്പ തന്നെയാണ്. ഉപ്പാക്ക് കരയാൻ കഴിയില്ല, ഉപ്പാക്ക് ഒരിക്കലും തന്നെ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയില്ല. ആ സാധുവായ ഉപ്പയുടെ മാറിടത്തിൽ ഏതോ ഒരു ചെക്കന് വേണ്ടി മാറിടത്തിൽ ചവിട്ടി മാതാപിതാക്കളെ നാണം കെടുത്തി, സാധുവായ ഉപ്പയെ നാണം കെടുത്തി ഏതെങ്കിലും ഒരുത്തിന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നുവെങ്കിൽ അല്ലാഹു അക്രമുൽ അക്രമീൻ, വളരെ റബ്ബാണ് വലുത്. അനുഭവിച്ചിട്ട മക്കളെ മരിക്കൂ, അനുഭവിച്ചിട്ടേ മരിക്കൂ. അല്ലാഹു റബ്ബുൽ ആലമീനാണ്. ഞാൻ എൻ്റെ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും പറയുന്നു, SSFന്റെ കുട്ടികളുടെ മജ്‌ലിസിൽ വെച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, അരുത്. ഒരിക്കലും മാതാപിതാക്കളെ കരയിപ്പിച്ചുകൊണ്ടാവരുത് നമ്മുടെ ജീവിതം. മാതാപിതാക്കളുടെ മനസ്സ് പൊട്ടിച്ചുകൊണ്ടാവരുത് നമ്മുടെ ദാമ്പത്യ ജീവിതം. അത്രേ വളർന്നു വരുന്ന കുട്ടികളോട് ഞാനോട് ഓർമ്മപ്പെടുത്തുന്നുള്ളൂ. തിരിച്ചിങ്ങോട്ട് തന്നെ വരുന്നു, മാതാപിതാക്കളിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ഞാൻ ഈ പ്രസംഗം നിർത്തുന്നു. മാതാപിതാക്കളോട് അർഹമുർറാഹിമീനായ റബ്ബ് നമുക്ക് ചെയ്ത ഏറ്റവും വലിയ തൗഫീഖും അനുഗ്രഹവും നിഅമത്തും റഹ്മത്തും നമ്മുടെ മക്കളാണ്. البنون نعم والبنات حسنات. البنون نعم, ആൺകുട്ടികൾ അനുഗ്രഹങ്ങളാണ്, പെൺകുട്ടികൾ നന്മകളുമാണ്. ഉസ്താദുമാർക്ക് അറിയാം അതിന്റെ കനം. البنون نعم, ആൺകുട്ടികൾ അനുഗ്രഹമാണ്. والبنات حسنات, പെൺമക്കൾ നന്മകളാണ്. മാതാപിതാക്കളെ ഇതിലും വലിയൊരു സന്തോഷം എന്താണ്? നമ്മുടെ കുട്ടികൾ ഒരാൺകുട്ടിയോ ഒരു പെൺകുട്ടിയോ ഉണ്ട് എങ്കിൽ, ആൺകുട്ടികളുണ്ട് എങ്കിൽ അൽബനൂന നിഅമുൻ, പെൺകുട്ടികളാണ് എങ്കിൽ വൽബനാത്തു ഹസനാത്ത്. ഇത് മഹാന്മാർ എഴുതി വെച്ചതാണ്. ആ മക്കൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. വീടുണ്ടാക്കിയിട്ടുണ്ട്, 10-40 കൊല്ലമായി ഗൾഫിലും മറ്റും പോയി അധ്വാനിച്ചു കഷ്ടപ്പെട്ടു, ചോര നീരാക്കി നമ്മുടെ മലപ്പുറം ഭാഷയിൽ പറയില്ലേ, എല്ലാം നാം ചെയ്തു വെച്ചിട്ടുണ്ട്. അവസാനം നമ്മുടെ മക്കളെങ്ങാനും നഷ്ടപ്പെട്ടു പോയാൽ, മാതാപിതാക്കളെ നമ്മുടെ മക്കൾ നമുക്ക് നഷ്ടപ്പെട്ടാൽ പിന്നാരാട് നമുക്കുള്ളത്? എന്തിനാണ് ഭൂമിയിൽ ജീവിക്കേണ്ടത്? എന്താണ് ജീവിച്ചുകൊണ്ട് കിട്ടാനുള്ളത്? അന്നദരായ ശിശുക്കളദീനിസ്ലാം അറിവ് നൽകി വളർത്തി നല്ല വഴിയിൽ നടത്തിടുവാൻ മഹാന്മാർ പിടഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു, എന്റെ മക്കളെ പൊന്നുപോലെ നോക്കണം, എന്റെ കുട്ടികളാണ് എന്റെ എല്ലാം. മോളെ മോനെ എന്ന് വിളിക്കാൻ ഞാനുണ്ടാവില്ല. ഭാര്യയുടെ മുഖത്ത് നോക്കി പറയാ, നീ പൊന്നുപോലെ നോക്കണം, ശ്രദ്ധിക്കണം എന്നിങ്ങനെ ഉപദേശിച്ച് ലോകത്തോട് വിട പറഞ്ഞ മഹാന്മാർ നമുക്ക് പാഠമായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കൽബിൽ ഇറക്കി വെക്കാനുണ്ട്. മാതാപിതാക്കളോട് പറയാനുള്ളത്, ഞാനും ഒരു പിതാവ് എന്ന രൂപത്തിൽ തന്നെയാ പറയുന്നത്. നമ്മുടെ മക്കൾ അവരാണ് നമ്മുടെ എല്ലാം. ആ മക്കൾ അവർ നമുക്ക് പിടിച്ചാ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് മാതാപിതാക്കളെ. ഇവിടെയാണ് നമുക്ക് നേർക്കുനേരെ പഠിപ്പിക്കാൻ എന്ന് പറഞ്ഞില്ലേ. പഠിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ പഠിപ്പിക്കാനുള്ള നല്ല നല്ല വഴികൾ കാണിച്ച്, റൂട്ടുകൾ കാണിച്ചു കൊടുത്ത് ഹിക്മത്തിലൂടെ തന്ത്രപരമായി 10,000-കണക്കായ മക്കൾക്ക് വഴികാട്ടികളായി SSF എന്ന് പറയുന്ന പ്രസ്ഥാനം
നമ്മുടെ മണ്ണിലുണ്ട്, ചെറിയതൊന്നുമല്ല. SSFന്റെ കുട്ടികൾ അല്ലാഹു കൊടുക്കില്ലെന്ന് പണ്ഡിത ലോകം പറഞ്ഞിട്ടുണ്ട്, പണ്ഡിത മഹത്തുക്കൾ. എന്താണ് കാരണം? സ്വന്തം മക്കളെ പോറ്റാൻ ഇരിക്കും നിങ്ങൾക്കും കഴിയാതെ വരുമ്പോൾ ആ കുട്ടികൾ തന്ത്രമായി പാട്ടുകളിലൂടെയും അതുപോലെ മറ്റു പല റാഹത്തുള്ള അല്ലാഹു പൊരുത്തപ്പെടുന്ന പല വിധത്തിലൂടെ സാഹിത്യോത്സവം എന്ന പേരിൽ എത്ര മക്കളെയാണ് ദീനിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. കേരളത്തിൽ തന്നെ 4 ലക്ഷത്തോളം കുട്ടികൾ എന്ന് പറഞ്ഞില്ലേ, ഈ വർഷം 5 ലക്ഷത്തോളം കുട്ടികളാണെന്നാണ് സംഘാടകരിൽ നിന്നറിയാൻ കഴിയുന്നത്. കേരളമാകുന്ന സംസ്ഥാനത്ത് മാത്രം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് എത്രയോ കുട്ടികൾ, 10,000-കണക്കിന് വരുന്ന മക്കൾ. ഈ മക്കള് അൽഹംദുലില്ലാഹ്, ഞാൻ ആമുഖത്തിൽ പറഞ്ഞുവല്ലോ നാട്ടുകാരെ, ആ മക്കളിൽ ജീവിതത്തിൽ ഒരൊറ്റ സൂറത്തുൽ കഹ്ഫ് മടക്കാത്ത, ഒരൊറ്റ സൂറത്തുൽ കഹ്ഫ് മടക്കാത്ത, ഞാൻ SSFകാരനായത് മുതൽ ഒരു സൂറത്തുൽ കഹ്ഫ് ഞാൻ മുടക്കിയിട്ടില്ല എന്ന് പറയുന്ന ഒരുപാട് മക്കളുണ്ട് നമ്മുടെ നാട്ടിൽ. ഒരുപാട് ആളുകൾ ഇന്ന് അവർ വലിയ വലിയ ആളുകളായി മാറിയിട്ടുണ്ട്. മാത്രമല്ല ബുഖാരി സാഹിബിനെ പോലെയുള്ള ആ നല്ല ദീനിന്റെ ദാഇകൾ ഉമ്മ എന്ന് വിളിച്ചു, മോനെ എവിടെ നിന്നാണ്? ഗൾഫിൽ നിന്ന് വന്നിറങ്ങിയ പൊന്നുമകൻ മാതാപിതാക്കളെ കുടുംബത്തിലെ ഭാരവുമായി ആ ഭാരം പേറിക്കൊണ്ടുപോയി അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പ്രവാസിയായി മാറി. തിരിച്ചു വന്നു, വിളിച്ചു ഉമ്മയെ, ഉമ്മ എന്ന് വിളിക്കുമ്പോൾ അവിടുന്ന് മോനെ എവിടെ നിന്നാ മോൻ വിളിക്കുന്നത്? ഉമ്മ എന്റെ വീട്ടിൽ നിന്നാണ്. മോനെ ഞാൻ അറിയാത്ത വീടുണ്ടോ? ഇല്ല ഉമ്മ, ഇല്ല ഉമ്മ. ഇങ്ങനെ തൊപ്പി വെച്ച് എന്നെയാക്കിയ എന്റെ SSFന്റെ തറവാട്ടിൽ നിന്ന്, പ്രസ്ഥാനത്തിന്റെ തറവാട്ടിൽ നിന്ന് ഞാൻ വിളിക്കുകയാണ്. എന്താണ് ആ ഉമ്മയുടെ സന്തോഷം? പക്ഷേ ആ ഉമ്മക്ക് കാണാൻ കഴിയുന്നത് ഈ പൊന്നുമകന്റെ മയ്യത്തായിരുന്നു. ഒരു വേള ഞാൻ ആ സംഭവം ഇവിടെ പറയുകയല്ല, പക്ഷേ ആ ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്. വലിയ മഹാന്മാർ ശൈഖുനാ സുൽത്താനുൽ ഉലമ തൊട്ട് നൂറുൽ ഉലമ തൊട്ട് വലിയ വലിയ മഹാന്മാരങ്ങനെ വന്നു ആ കുട്ടിയുടെ അരികിലേക്ക്. SSFകാരനായ ബുഖാരി സാഹിബി എന്ന പ്രിയങ്കരനായ പ്രിയപ്പെട്ട നേതാവിന്റെ ആ മുഖം കാണാൻ വേണ്ടി സുൽത്താനുൽ ഉലമ അടക്കമുള്ള മഹത്തുക്കൾ അങ്ങനെ വന്നു. തൊട്ടു പിന്നിൽ ആയിരക്കണക്കായ പ്രവർത്തകർ വന്നുകൊണ്ട് യാസീൻ ഓതുന്നു. ബഹുമാനപ്പെട്ട ഇരിങ്ങലൂർ ഉസ്താദ് ഇവിടെ ഇരിക്കുന്നുണ്ട്, അവരാണിത് പറയേണ്ടത്. ആ സമയം ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ പൊന്നുമകൻ ഒരു SSFകാരനായതുകൊണ്ട് 10,000 ദുആ, വലിയ വലിയ അലിമീങ്ങൾ സാദാത്തുക്കൾ വന്ന ആ രംഗം ഓർത്ത് എന്റെ കുട്ടി ഒരു SSFകാരനായതുകൊണ്ട് കിട്ടിയതല്ലേ. തൃശൂർ ജില്ലയിൽ നദീറി എന്ന് പറയുന്ന ഒരു കുട്ടി SSFകാരനായി ചെറുപ്രായത്തിൽ മരണപ്പെട്ടു. അവൻ ഡിവിഷനിൽ പ്രവർത്തിക്കുന്ന സമയമായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. ആ കുട്ടി മരിച്ചപ്പോൾ 1000 വരവ് കണ്ട് കണ്ണീരൊടുക്കിയ കുടുംബത്തിന്റെ വാക്കുകളുണ്ട്. എന്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ നദീറി എന്ന കുട്ടി എന്ന് പറഞ്ഞു കണ്ണീരൊടുക്കിയ ചോരകളുണ്ട്, രക്തങ്ങളുണ്ട്. ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നു, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ജീവിതത്തിൽ ഒരു തുള്ളി കള്ളു കൊടുക്കില്ലെന്ന് പ്രതിജ്ഞെടുത്ത 10,000 നടത്തിയ പ്രസ്ഥാനം, ഒരു വക്കത്ത് നിസ്കാരം ഖലാഅക്കില്ലെന്ന് പ്രതിജ്ഞെടുത്ത 10,000-കണക്കിന് വരുന്ന മക്കളെ സമൂഹത്തിന്, സമുദായത്തിന് നൽകിയ SSF എന്ന് പറയുന്ന പ്രസ്ഥാനം വർഷങ്ങളോളമായി നീണ്ട 30 കൊല്ലത്തിലേറെയായി സാഹിത്യോത്സവം എന്ന പേരിലൂടെ ഒരുപാട് ദീനി ദാഇകളെ, പ്രഭാഷകരെ, എഴുത്തുകാരെ ഒരു പടി എണ്ണിയാൽ ഒതുങ്ങാത്ത വലിയ വലിയ മലപ്പുറം ജില്ലയിൽ തന്നെ ഇന്ന് അറിയപ്പെടുന്ന വലിയ വലിയ പ്രഭാഷകർ, എഴുത്തുകാർ, അത് ഈ പ്രസ്ഥാനം നൽകിയ സംഭാവനകളാണ്. SSF നൽകിയ സംഭാവനകളാണ്. സാഹിത്യോത്സവം നമുക്ക് നൽകിയ സംഭാവനകളാണ്. ആ പ്രിയപ്പെട്ട മക്കൾ ഈ പ്രാവശ്യവും ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ആ മക്കൾ ഒരു ബിരിയാണി ചലഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞു. ബിരിയാണി ചലഞ്ച് ആശുറാ ദിവസം എന്ന് പറയുമ്പോ ആശുറാ ദിവസത്തിലെങ്ങാനും അവരവരുടെ മക്കൾക്ക് ഭക്ഷണം കൊടുത്തൊരു വിശാലത നൽകുന്നുവെങ്കിൽ അല്ലാഹു തആല ഒരു വർഷം അവർക്ക് വിശാലമായ സന്തോഷകരമായ കാഴ്ച കൊടുക്കും എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഭക്ഷണത്തിനും ജീവിതത്തിനും വലിയ ബറക്കത്തും വിശാലതയും നൽകുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ
അന്നത്തെ ഒരു ദിവസം ഈ മക്കൾ അവർ ലക്ഷ്യം വെക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും ചെറിയ സഹായം കിട്ടണമെന്ന് തന്നെയാണ്. ആ സഹായം ഒരു കുട്ടിയുടെയും വീട്ടിലേക്കല്ല. ദുനിയാവും ദുനിയാവിലെ മുഴുവൻ വസ്തുക്കളെക്കാളും ഖൈറാൻ ദീനി ദഅവത്തിന് വേണ്ടി ഇറങ്ങി ഒരു ചെറിയ കുട്ടിയെ, ഒരു കുട്ടിയെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഒരു കുട്ടിയെ ഈ രൂപത്തിൽ മരീമസമായി കൊണ്ടിരിക്കുന്ന എല്ലാ നിരക്കും ബന്ധുക്കയുമായിക്കൊണ്ടിരിക്കുന്ന ചുറ്റുപാടിൽ ഒരു കുട്ടിയെ ദീനിലേക്ക് അടുപ്പിക്കാൻ കഴിഞ്ഞാൽ ദുനിയാവും ദുനിയാവിലെ മുഴുവൻ വസ്തുക്കളെക്കാളും ഖൈറെന്നും അവർക്ക് ഞാൻ എന്റെ കൈ കൊണ്ട് വെള്ളം കോരിക്കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പഠിപ്പിച്ച ആ ഭാഗം നെഞ്ചിലേറ്റിക്കൊണ്ട് തന്നെയാണ് മഹാന്മാർ രാജ്യത്തിന്റെ പല ഭാഗങ്ങൾക്കും ദഅവത്തുമായി പോയത്. അതിനു വേണ്ടി ഒരു സൗകര്യം, അതിനു വേണ്ട ഒരു ചെറിയ സഹായം. എല്ലാ വീടുകളിലും ബിരിയാണി ചലഞ്ചുമായി നമ്മുടെ മക്കൾ, SSFന്റെ കുട്ടികൾ, SSFന്റെ മക്കൾ നിങ്ങളുടെ അരികിലേക്ക് ഉമ്മമാരെ വരുന്നുണ്ട്. ആശൂറാ ദിവസം നല്ലൊരു ഭക്ഷണം, സുഭിക്ഷമായ നല്ല റാഹത്തുള്ള ഒരു ഭക്ഷണം, അത് ദീനി ദഅവത്തിന് വേണ്ടി ആ ഭക്ഷണത്തിന്റെ സഹായമാവട്ടെ എന്ന് നിങ്ങൾ സഹായിക്കണം. ആ മക്കളെ ഭക്ഷണമെന്നല്ല, ഇൻഷാ അല്ലാഹ് വലിയ വലിയ മഹാന്മാരുടെ ദുആ ഇതിലൂടെ നമുക്ക് കിട്ടും. ഈ മക്കളെ നിങ്ങൾ സഹായിക്കണമെന്ന് ഞാൻ ഇടയ്ക്ക് വെച്ചൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഈ പ്രസംഗം നിർത്തുന്നു. അർഹമുർ റഹീമീനായ റബ്ബ് നമ്മയൊക്കെ സജ്ജനങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ പെടുത്തുമാറാവട്ടെ. ഓ പ്രിയപ്പെട്ട പിതാക്കളെ, ഒരു പിടുത്തമില്ലാതെയാണ് നമ്മളുടെ ഇരിക്കുന്നതും പ്രസംഗിക്കുന്നതുമെല്ലാം. എവിടെയാണ് ഒരു ഉറപ്പുമില്ല. ഞാനിവിടെ ഇത് പ്രസംഗിക്കുമ്പോൾ ഇതുപോലെ പ്രസംഗിച്ച് നടന്നിരുന്ന ഒരു യുവ പണ്ഡിതനാണ് മസ്ഊദ് സഖാഫി. ഞങ്ങൾക്ക് ദർസ് നടത്തുന്ന കാലത്ത് ഞാൻ വിചാരിക്കുന്നു അവർക്ക് മദ്രസയിൽ പഠിക്കുന്ന പ്രായമായിരുന്നു. ആ മസ്ഊദ് സഖാഫി എന്ന ആ പ്രിയങ്കരനായ കൊച്ചുരുജൻ ഇന്ന് പള്ളിക്കാട്ടിലാണ് കിടക്കുന്നത്. ഓർക്കണം, എത്രയോ ആളുകൾ ഒരു പിടുത്തില്ല. പിതാക്കളെ, നാളെ സുബ്ഹിക്ക് ഞാനും നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഒരാൾക്കറിയില്ല. എവിടെ വെച്ചാണ് മരിക്കുന്നത്? എത്രയിടത്താണ് ഖുർആൻ എങ്ങനെ പാവപ്പെട്ട നമ്മെങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത്? ഒരു പിടുത്തവുമില്ല. അഥവാ കണ്ണടഞ്ഞു പോയാൽ എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം, ഏതെങ്കിലും തരത്തിലുള്ള റാഹത്ത് നമ്മുടെ ഖബറിൽ ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു അത് നമ്മുടെ മക്കളെ കൊണ്ട് തന്നെ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. യാ റബ്ബി ബിൽ മുസ്തഫ. പ്രയാസമില്ലാത്തൊരു എഴുന്നേറ്റ് വരും. പ്രായമുള്ളവരോട് ഇരുന്നോളി. നിങ്ങളെ കാലുവേദനക്ക് നിങ്ങൾക്ക് അറിയുള്ളൂ. അതുമാണോ നോക്കി നിങ്ങൾ ഈ മനുഷ്യ ഇവരൊക്കെ മുതലാളിമാരാ. എന്നിട്ട് തെറ്റങ്ങളുണ്ടാ? ഇങ്ങോട്ട് വരും, ഒന്ന് അടുത്ത് വന്നോളി. നമുക്കിപ്പോ ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് ഇങ്ങോട്ട് വരും. ചെറുപ്പക്കാർ കുട്ടികളുണ്ട് വരും. അവിടെ ഇരിക്കും. സ്റ്റേജ് يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم هذا الذي إذ دعا جاءت له شجر تجر أصلا لها سعيا على عجلي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم അർഹമുറാഹിമീനായ റബ്ബ് നമ്മെ സജ്ജനങ്ങളിൽ സ്വാലിഹീങ്ങൾ പെടുത്തുമാറാവട്ടെ. നമ്മുടെ ദോഷങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. ആഫത്തുകളിൽ നിന്ന്, മുസീബത്തുകളിൽ നിന്ന് അല്ലാഹു തആല നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. SSFന്റെ പൊന്നുമക്കൾ എല്ലാ മുക്കുമൂലകളിലും ഒരുക്കത്തിലാണ്. അല്ലാഹു മക്കൾക്കൊക്കെ നല്ല ഭാവി കൊടുക്കട്ടെ. അതോടുകൂടെ അൽഹംദുലില്ലാഹ് സമസ്ത 100 വർഷം പിന്നിടുകയാണ്.
അതോട് 100 വർഷം പിന്നിടുമ്പോ അഭിവന്ദ്യരായ ശൈഖുന സുൽത്താനുൽ ഉലമ ശൈഖുനാക്ക് സമസ്തയിലൂടെ തന്നെ 50 വർഷം, അരനൂറ്റാണ്ട് കാലം ശൈഖുനയുടെ ദുആ നമുക്ക് കിട്ടണം. ശൈഖുനയുടെ ദുആ സംഘാടകർക്ക്, പ്രവർത്തകരോടൊക്കെ നേതൃത്വം പല സന്തോഷകരമായ രംഗവും അറിയിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ഒരു സന്തോഷമുള്ള വാർത്തയാണ്. 5 ലക്ഷം വരുന്ന കുട്ടികൾ എന്ന് പറഞ്ഞ പ്രായമുള്ള നമുക്കൊക്കെ 5 ലക്ഷത്തിലേറെ ഇപ്പോൾ RC തൊട്ട് ICF തൊട്ടുള്ള KCF തൊട്ടുള്ള ഗൾഫ് പ്രവാസ ലോകത്തുള്ള സംഘാടകനോട് ആവശ്യപ്പെട്ടപ്പോ 5 ലക്ഷം കവിഞ്ഞു. 5 ലക്ഷത്തിലേറെ വരുന്ന ആളുകൾക്ക് ഉസ്താദ് ശൈഖുന ഇൻഷാ അല്ലാഹ് ദർസ് നടത്തി കൊടുത്ത് സന്തോഷത്തിന്റെ ഒരു വിവരം നാം അറിയാൻ പോവുകയാണ്. അല്ലാഹു ശൈഖുനാക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. ശൈഖുനാക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അല്ലാഹു ആയുസ് നല്ല ബർക്കത്തേറ്റി കൊടുക്കട്ടെ. അല്ലാഹുവേ ബർക്കത്തേറ്റി കൊടുക്കണേ റഹ്മാനേ. വൈലത്തൂർപ്പാപ്പ പറഞ്ഞൊരു വാക്ക് എപ്പോഴും തേട്ടി വരും. AP ഉസ്താദ് മരിക്കുന്നതിന് മുമ്പ് വൈലത്തൂർ തങ്ങൾ മരിക്കാങ്ങളൊക്കെ വരക്കണം. അത് കേട്ടുകളിവല്ല, ഞാനും കേട്ടൊരു വ്യക്തിയാണ്. വൈലത്തൂർ തങ്ങൾ മരിക്കാങ്ങൾ ദ്വാരക്കണം. AP ഉസ്താദ് മരിക്കുന്നതിന് മുമ്പ് തങ്ങളെ നമ്മുടെ പഴശ്ശി ഉസ്താദൊക്കെ എന്തൊക്കെ ചോദിച്ചെന്നറിയോ? പഴശ്ശി ഉസ്താദ് പള്ളിക്കാട്ട് കിടക്കുകയാണ്. തങ്ങളെ എന്താണ് അങ്ങനൊക്കെ പറയുന്നത്? AP ഉസ്താദ് മരിക്കുന്നതിന് മുമ്പ് വൈലത്തൂർ തങ്ങൾ മരിച്ചാൽ AP ഉസ്താദിന്റെ നാവ് കൊണ്ട് വൈലത്തൂർ തങ്ങളുടെ ഖബർ പ്രകാശിപ്പിക്കണേ എന്ന് ദ്വാരന്നാൽ വൈലത്തൂരിന്റെ ഖബർ അങ്ങനെ പ്രകാശിക്കും. അതാഗ്രഹിച്ചുകൊണ്ടാണ് അങ്ങനെ തന്നെ CM വരിതൊപ്പാപ്പയുടെ ചാരത്ത് പോയി ദുആ ചെയ്തു. ബഹുമാനപ്പെട്ട് വഫാത്തായി. അവിടുത്തെ ചാരത്തിന്റെ ശൈഖുന കണ്ണീരൊടുക്കി ദുആ എന്നിട്ടുമുണ്ട്. ഇന്ന് ഈ കാണുന്ന 10,000 വരുന്ന സഖാഫികളെ മാത്രം കാണുമ്പോൾ എൻ്റെ മക്കളെ എന്ന് വിളിക്കുന്നൊരു വിളിയുണ്ട്. ആ മക്കളെ എന്നുള്ളത് ഇൻഷാ അല്ലാഹ് ജനുവരി അവസാനത്തെ വാരത്തിൽ ശൈഖുന മക്കളേന്ന് വിളിക്കുമ്പോൾ അത് 5 ലക്ഷത്തിലേറെ ആളുകളായിരിക്കും വിളി. അത് വല്ലാത്തൊരു വിളി തന്നെ ആയിരിക്കണം. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അല്ലാഹു ശൈഖുനാക്ക് ദീർഘായുസ്സ് കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുത്തഖീനൽ ഫായിസീൻ. അല്ലാഹുമ്മ ജഅൽനാ മിൻ ഇബാദിക്കസ് സ്വാലിഹീൻ. അല്ലാഹുമ്മ ജഅൽനാ മിൻ ഇബാദിക്കസ് സ്വാലിഹീൻ. അല്ലാഹുമ്മ ലാ തുഅദ്ദിബ്നാ. അല്ലാഹുമ്മ ലാ തഫ്ളഹ്നാ. അല്ലാഹുമ്മ ലാ തുദില്ലനാ بكثرة ذنوبنا. أنت قادر على أن ترحمنا يا غفار يا رؤوف يا رحيم. اللهم يا عالم السر والنجوى ويا كاشف الضر والبلوى اجعل لنا من كل هم وغم فرجا ومخرجا. رحم الراحمين يا الله. أصحاب البدر حق കൊണ്ട്, മമ്പറത്തെ പാപ്പയുടെ ഹക്ക് കൊണ്ട്, എൻ്റെ എല്ലാ മഹാന്മാരുടെയും ഹക്ക് കൊണ്ട് ഞങ്ങളെ നീ നന്നാക്കണേ റഹ്മാനെ. ഈ പരിശുദ്ധമായ ഹജ്ജ് മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, ദുൽഹിജ്ജയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ നന്നാക്കണേ അല്ലാ. സ്വാലിഹീങ്ങൾ പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ റഹ്മാനെ. മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് സന്തോഷം നൽകണേ അല്ലാ. മക്കളെ കൊണ്ട് ഞങ്ങളെ നീ ഫളീഹത്തിലാക്കല്ല അല്ലാ. മക്കൾ കാരണം ഞങ്ങളെ നീ ഫളീഹത്തിലാക്കല്ല അല്ലാ. അവർ കാരണം ഖുർറത്തുൽ ഐൻ, കൺകുളിർമ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. പടച്ചവനെ, SSFിലൂടെ ഞങ്ങളെ പൊന്നു മക്കളെ വളർത്താനുള്ളൊരവസരം നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. എത്രയോ ഉസ്താദുമാർ, അഭിവന്ദരായ വെള്ളിൽ ഉസ്താദ് വിട്ടുപോയതാണ്. വെള്ളിൽ ഉസ്താദിനെ മറക്കാൻ കഴിയില്ല. വെറും 2 രൂപ മാത്രം പനങ്ങാങ്ങര ഭാഗത്തൊരു ക്യാമ്പിൽ വെച്ച് ഉസ്താദ് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞത് ഓർക്കുകയാണ്. 2 രൂപയാണ് രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ. വൈകുന്നേരം വീട്ടിലെത്തുമ്പോൾ ഒന്നുണ്ടാവില്ല. മക്കൾക്ക് ഒരു മിഠായി വാങ്ങാൻ പോലും കയ്യിലുണ്ടാവില്ല. എന്നാലും റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടും. ദീനിന് വേണ്ടി SSFിലൂടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ടവർ ഉസ്മാൻ തങ്ങളുടെ പരിസരത്ത് അങ്ങനെ കിടക്കുകയാണ്. ബഹുമാനപ്പെട്ട വെള്ളി ഉസ്താദിൻ്റെ ദറജ അല്ലാഹു ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. പടച്ചവനെ, ഉസ്താദിൻ്റെ ദറജ നീ ഏറ്റിക്കൊടുക്കണേ അല്ലാ. ഉസ്താദിൻ്റെ മക്കളായി ഒരുപാട് SSFിൻ്റെ കുട്ടികൾ വളർന്നു വന്നു.
ഈ മക്കൾക്ക് നല്ല ഭാവി, SSFൻ്റെ മക്കൾക്ക് നല്ല ഭാവി നൽകണേ റഹ്മാനെ. ഈ മക്കളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. മരണപ്പെട്ടുവിടെ ഖബറുകളെ നീ പ്രകാശിപ്പിക്കണേ റഹ്മാൻ. ദുആ ചെയ്യാൻ ഏൽപ്പിച്ച സഹോദരങ്ങൾ, അപകടത്തിൽപ്പെട്ടവർ, അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്, മരണപ്പെട്ടവരുണ്ട്, രോഗികളുണ്ട്. മരണപ്പെട്ടവിടെ ഖബറുകളെ നീ പ്രകാശിപ്പിക്കണേ റഹ്മാനെ. രോഗികൾക്ക് നീ ശിഫ നൽകണേ അല്ലാ. ശൈഖനടക്കമുള്ള അഭിവന്ദരായ സുൽത്താനുൽ ഉലമ, അതുപോലെ മുഹീസുൽ ഉസ്താദ് അടക്കമുള്ള കോട്ടൂർ ഉസ്താദ്, റഈസുൽ ഉലമ അടക്കമുള്ളവർ, ബദറുസ്സാദാത്ത് തങ്ങൾ, നീ ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ആയുസ് നീട്ടിക്കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളാരെയും നീ കിടപ്പിലാക്കല്ല അല്ലാ. ഞങ്ങളുടെ പൊന്നു ഉമ്മ ഉപ്പ മരണപ്പെട്ടവരുടെ ഖബറുകളെ ഈ നിമിഷം നീ പ്രകാശിപ്പിക്കണേ റഹ്മാനെ. ദോഷങ്ങൾ നീ പുറത്തു കൊടുക്കണേ അല്ലാ. പടച്ചവനെ, അന്ത റഹ്മുർ റഹീമീൻ, അന്ത റബ്ബുൽ ആലമീൻ. ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഖബറിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ എൻ്റെ മഹദ് ഫദ്ല് കൊണ്ട് നീ ആ ഖബർ പ്രകാശിപ്പിക്കണേ അല്ലാ. അവിടെ ഖബറുകൾ നീ സ്വർഗ്ഗത്തോപ്പാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. അവരെ നീ കിടപ്പിലാക്കല്ല അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ മൂത്രത്തിൽ കിടത്തി നീ പരീക്ഷിക്കല്ല റഹ്മാനെ. ഞങ്ങളാരെയും നീ കിടപ്പിലാക്കല്ല അല്ലാ. ഞങ്ങളെ മറ്റുള്ളവർക്ക് ഭാരമാക്കല്ല റഹ്മാനെ. സ്വന്തം മക്കൾക്ക് പോലും ഞങ്ങളെ ഭാരമാക്കല്ല അല്ലാ. ഒരാൾക്കും ഭാരമില്ലാത്ത വിധത്തിൽ, ഒരാൾക്കും പ്രയാസമില്ലാത്ത വിധത്തിൽ, ഒരാളെയും വെറുക്കാത്ത വെറുപ്പിക്കാത്ത ഒരു നല്ല ജീവിതം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. നിന്റെ തോഅത്തിലൂടെ ആയുസ് നീട്ടിത്തരണേ അല്ലാ. നിന്റെ തോഅത്തിലൂടെ ആയുസ് നീട്ടിത്തരണേ റഹ്മാനെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, പടച്ചവനെ, ഒരുപാട് പ്രവർത്തകർ, ഒരുപാട് സഹോദരങ്ങൾ ഇതുപോലെയുള്ള മജ്ലിസ് കണ്ട് ദ്വാരക്കാൻ ഏൽപ്പിക്കുകയാണ്. അസ്ഹാബുൽ ബദറിൻ്റെ ഹക്ക് കൊണ്ട്, മമ്പുറത്തെ പാപ്പയുടെ ഹക്ക് കൊണ്ട് അവരുടെ മുറാദുകളെ നീ വിട്ടണേ റഹ്മാനെ. ദുആ കൊണ്ട് വസീൻ ഞങ്ങളോട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുടെ പ്രയാസങ്ങളെ നീ അകറ്റണേ അല്ലാ. ഉദ്ദേശങ്ങളെ ഹാസിലാക്കണേ റഹ്മാനെ. അവരുടെ വീടുകൾ ബറക്കത്ത് നൽകണേ അല്ലാ. പെൺകുട്ടികൾ, ആൺകുട്ടികൾക്കൊരു ഇണ വേണം, പെൺകുട്ടികൾക്കൊരു ഇണ വേണം. അങ്ങും ഇങ്ങും ദുആ ചെയ്യാൻ ഏൽപ്പിച്ച മാതാപിതാക്കളുണ്ട്. പടച്ചവനെ, അവർക്കൊക്കെ നല്ല നല്ല ഇണകളെ നൽകണേ റഹ്മാനെ. നല്ല ഇണകളെ നൽകണേ റഹ്മാനെ. കല്യാണപ്രായം എത്തി 28-30 വയസ്സായ ആൺകുട്ടികളുണ്ട്, 22-25 വയസ്സായ പെൺമക്കൾ. അവർക്കൊക്കെ നല്ല ഇണകളെ കൊടുക്കണേ റഹ്മാനെ. സ്വാലിഹീങ്ങൾ പെടുത്തണേ അല്ലാ. സ്വാലിഹീങ്ങൾ പെടുത്തണേ റഹ്മാനെ. പാവപ്പെട്ട ഞങ്ങളെ ഖൈബാക്കല്ല അല്ലാ. പെട്ടെന്ന് ഞങ്ങളെ മരിപ്പിക്കല്ല റഹ്മാനെ. അപകടത്തിൽപ്പെടുത്തി ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാ. കൈകാലുകൾ വലിച്ചെടുക്കും വിധത്തിൽ ഞങ്ങളുടെ റൂഹ് പിടിക്കല്ല അല്ലാ. ഞങ്ങളുടെ ശരീരത്തിൽ കത്തിവെക്കുന്നൊരവസ്ഥ ജീവിതകാലത്തും മരണശേഷവും നൽകല്ല റഹ്മാനെ. പാവങ്ങളായി ഞങ്ങളുടെ ജീവിതകാലത്തും മരണശേഷവും ഞങ്ങളുടെ ശരീരത്തിൽ കത്തിവെക്കുന്നൊരവസ്ഥ നൽകല്ല അല്ലാ. കിഡ്നി സംബന്ധമായ രോഗം നൽകല്ല റഹ്മാനെ. ക്യാൻസർ പോലുള്ള രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ഒരു രോഗവും തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനെ. പടച്ചവനെ, ഇരിങ്ങല്ലൂർ ഉസ്താദ് തൊട്ട് ഞങ്ങളുടെ സഹോദരങ്ങൾ, ഉസ്താദുമാർ എല്ലാവർക്കും നീ നല്ല ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. രോഗങ്ങളൊക്കെ ശിഫയാക്കണേ റഹ്മാനെ. രോഗങ്ങളൊക്കെ പരിപൂർണമായും നീ ശിഫയാക്കണേ റഹ്മാനെ. ബിഹബീബിക്കൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിസ്സഹാബത്തി കുല്ലിഹിം അജ്മഈൻ. പ്രവാസ ലോകത്തുള്ള ഒരുപാട് സഹോദരങ്ങൾ, ഇവിടെ ഇപ്പോൾ വന്ന ഞങ്ങളുടെ അംജദി നിസാമി തൊട്ടുള്ള 3 സഹോദരങ്ങളും, അതുപോലെ നൗഫൽ ഉസ്താദ് അടക്കമുള്ള പ്രവാസ ലോകത്ത് ഫൈറൂസ് അടക്കമുള്ള സഹോദരങ്ങളൊക്കെ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അവരുടെ ബിസിനസ്സുകളൊക്കെ നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. അവരുടെ പ്രവാസ ജീവിതത്തിൽ, ICFൻ്റെയും RCയുടെയും പ്രവർത്തകരുടെ പ്രവാസ ജീവിതത്തിൽ നല്ല ബറക്കത്ത് ഏറ്റിക്കൊടുക്കണേ അല്ലാ. ബിഹബീബിക്കൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിസ്സഹാബത്തി കുല്ലിഹിം അജ്മഈൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറബി. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറബി. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ
الكربي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم.